ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രഥമ ദിവസം ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളുടെയും ബഹുമാന്യരായ കർത്തൃദാസന്മാരുടെയും നടുവിൽ എൻ്റെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവിനെ ഒരിക്കൽ കൂടെ ഈ രാത്രിയിൽ ഉയർത്താനും നിങ്ങളുടെ മധ്യേ പ്രസംഗിപ്പാനും ഇങ്ങനൊരു അവസരം ദൈവമായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകി തന്നതോർത്ത്, ഈ പ്രദേശത്ത് നൽകി തന്നതോർത്ത് നിങ്ങളുടെ എല്ലാവരുടെയും നടുവിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു ആദ്യം തന്നെ. അതോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഈ വർഷത്തെ ഈ സെൻട്രൽ കൺവെൻഷൻ, ഒലവക്കോട് സെൻട്രൽ കൺവെൻഷൻ പ്രാർത്ഥനയോടെ ക്രമീകരിച്ചപ്പോൾ എന്നെ കൂടെ ശുശ്രൂഷകനായി ഈ അനുഗ്രഹീത മീറ്റിങ്ങിൽ സഹകരിപ്പിക്കാൻ ആത്മാർത്ഥത കാണിച്ച് എന്നെ ക്ഷണിച്ച് ഈ യോഗത്തിൻ്റെ ആത്മീയതയെക്കുറിച്ച് എന്നെ ബോധിപ്പിച്ച് പിന്നെയും ഈ കാര്യത്തിന് വേണ്ടി ഓർപ്പിച്ച് ക്ഷണിച്ചത് ഈ സെൻറ്ററിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന ക്രിസ്തുവിൽ ആദരണീയനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KM ജോയി അവറുകളാണ്. അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടും എനിക്കുള്ള അഗൈതവുമായ കൃതജ്ഞതയും നന്ദിയും സ്നേഹത്തോടെ ഞാൻ ഈ പ്രാരംഭ സമയത്ത് തന്നെ അറിയിക്കുന്നു. പ്രത്യേകാൽ ഇന്ത്യൻ പെന്തിക്കോസ്ത് ദൈവസഭയ്ക്ക് ഈ പ്രദേശങ്ങളിൽ സ്തുത്യർഹമായ നിലവാരത്തിൽ നേതൃത്വം കൊടുക്കുന്ന പട്ടാമ്പി സെൻറ്ററിനും പാലക്കാട് സെൻറ്ററിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായിരിക്കുന്ന കർത്തൃദാസന്മാർ പാസ്റ്റർ ചാക്കോ ദേവസ്യ, പാസ്റ്റർ KV ജോയി തുടങ്ങിയ കർത്തൃദാസന്മാർ, മറ്റ് സഭകളിൽ നിന്ന് അസംബ്ലീസ് ഓഫ് തുടങ്ങിയ സഭകളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ഈ സെൻറ്ററിൻ്റെ സെക്രട്ടറിയായി ദീർഘമായ നിലവാരത്തിൽ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി P ജോർജ് അവറുകൾ, ഇന്ന് രാത്രി യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ VJ അച്ഛൻ കുഞ്ഞവറുകൾ, മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങൾ, വേദിയിലായിരിക്കുന്ന മറ്റ് കർത്തൃദാസന്മാർ, സദസ്സിലും ദൈവദാസന്മാരുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് രാത്രി ദൈവവചന കേൾവിക്ക് വേണ്ടിയും ഒരുമിച്ച് കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം കൂടി അറിയിച്ച് വളരെ തിടുക്കത്തോടെ ഈ ദിവസത്തെ ആത്മീയ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന കൂടി ചോദിച്ചുകൊണ്ട് ആത്മീയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എൻ്റെ ഹൃദയത്തിൽ ഇന്ന് രാത്രികാലം നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നാണ്. വാക്യം വായിക്കാൻ കർത്തൃദാസന്മാരോ പ്രിയപ്പെട്ടവരാരെങ്കിലും ഒരാളൊന്ന് തയ്യാറാകുമ്പോഴേക്കും ഞാൻ ഈ കുറിവാക്യത്തിന് മുമ്പ് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ആത്മീക യോഗത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഇതൊരു പ്രഥമ ദിവസമാണല്ലോ, ഇന്ന് യോഗം തുടങ്ങുന്ന ദിവസമാകയാൽ ഒരു വാക്കിൽ 3-4 മിനിറ്റ് കൊണ്ട് ഞാൻ സ്തോത്രം ഒരു പ്രത്യേകത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് കുറിവാക്യം വായിച്ച് ആത്മീക സന്ദേശത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആത്മീക യോഗത്തിനെല്ലാം കാണുന്നൊരു വശമുണ്ട്, കാണാത്തൊരു വശമുണ്ട്. ഇന്ന് രാത്രി നാം ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്നത്, കർത്തൃദാസന്മാർ ഈ വേദിയിലിരിക്കുന്നത്, നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഭക്തിയാദരപൂർവം മനോഹരമായ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് വന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത്, ഇന്ന് രാത്രി വചനം പ്രസംഗിക്കാനായി കർത്തൃസന്നിധിയിലായിരിക്കുന്ന എന്നെ നിങ്ങൾ കാണുന്നത്, എൻ്റെ ശബ്ദം കേൾക്കുന്നതെല്ലാം പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയപ്പെടുന്ന രീതിയിൽ കാണുന്നൊരു മണ്ഡലത്തിലാണ്. മനോഹരമായ രീതിയിൽ ഈ ദേശത്തിൻ്റെ ആത്മീയതയ്ക്ക് തക്കവണ്ണം കഴിവിൻ്റെ പരമാവധി ദൈവമക്കളുടെ സഹകരണത്തോടെ ഇത്രയും ക്രമീകരണം എല്ലാം ചെയ്തു. സ്തോത്രം. ഇന്നു മുതൽ ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹീത യോഗത്തിന് വേണ്ടി എന്നിട്ട് ചുമതലപ്പെട്ടവർ മനോഹരമായ രീതിയിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ഓരോരുത്തരുടെ ഭാഗം, പാട്ടുകാരുടെയും പ്രഭാഷകരുടെയും അധ്യക്ഷൻ്റെയും അതുപോലെ പ്രാർത്ഥിക്കുന്നവരുടെയൊക്കെ ഭാഗം ഭംഗിയായിട്ട് നിർവഹിക്കുന്നത് കാണുന്ന വശത്താണ്. സ്തോത്രം. എന്നാൽ മറ്റൊരു യോഗത്തിനുമില്ലാത്തൊരു പ്രത്യേകത, ആത്മീക യോഗത്തിന് കാണാത്തൊരു വശമുണ്ട്. അവിടെയാണ് വിജയം ഇരിക്കുന്നത്. ഇന്ന് രാത്രിക്കാലം ഇവിടെ എത്ര പേര് വന്നാലും, ഇവിടെ സ്തോത്രം ആര് പ്രസംഗിച്ചാലും, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദൈവമക്കൾ ഒരുമിച്ച് കൂടി ഒരു കൂട്ടം അഭിഷിക്തന്മാരും ദൈവമക്കളും കൂടി പ്രാർത്ഥനയോടെ ഈ പ്രദേശത്ത് ക്രമീകരിച്ചിരിക്കുന്ന ഈ യോഗം യേശുക്രിസ്തുവിൻ്റെ തിരുനാമ മഹത്വത്തിനായിരിക്കയാൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ കാണുന്നതല്ല, കാണാത്ത മണ്ഡലത്തിൽ ദൈവപ്രവർത്തികൾ ഇന്ന് രാത്രി മുതൽ നടക്കാനിടയാകും. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു മരവിച്ച മനസ്സോടിരിക്കാതെ വിശ്വാസത്തോടെ നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ, നമ്മുടെ യോഗമൊക്കെ വിജയിച്ചത് കാണുന്ന വശത്തല്ല. കാണുന്ന വശമൊക്കെ പലപ്പോഴും പാപ്പരായിരുന്നു. ഇന്ന് രാത്രിയിൽ നോക്കിയാൽ ചിലപ്പോൾ കസേരകൾ കാലിയാണ്, സാധാരണക്കാരായ കുറച്ച് പേര് വന്നിട്ടുണ്ട്, സ്തോത്രം, അങ്ങനെയൊക്കെയുള്ളൂ. പക്ഷേ ഇന്ന് രാത്രികാലം എന്താണെങ്കിലും കാണാത്ത വശത്ത് പ്രവർത്തിക്കുന്നൊരു കർത്താവുണ്ട്.
അതിനെൻ്റെ മനസ്സിനകത്ത് ഒരുപാട് തെളിവുകളുണ്ട്, ഒരുപാട് തെളിവുകൾ. ഞാൻ ഒരു തെളിവ് മാത്രം ബൈബിളിൽ നിന്ന് പറയാം. അതിനെൻ്റെ ഗംഭീരമായിരിക്കുന്ന പ്രസംഗമാണ് ആത്മതലങ്ങൾ എന്ന് പറയപ്പെടുന്നത്. നമ്മൾ കൈയടിച്ച് പാട്ട് പാടുമ്പോൾ, നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ പാവിരിച്ച് നിങ്ങളുടെ കൊച്ചു വീടിനകത്ത് ഒരു പാട്ട് പാടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ പുറകിൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ കൊച്ചു കൂട്ടായ്മയ്ക്കകത്ത് ആകെപ്പാടെ 15 പേരെ കാണത്തുള്ളൂ. ചെറിയൊരു ഹോളിനകത്ത്, ചിലപ്പോൾ വാടക വീടിനകത്ത്, പാസ്റ്റർ താമസിക്കുന്നൊരു വാടക വീടിനകത്തായിരിക്കും. എവിടെ ആയിരുന്നു എന്ന് പറഞ്ഞാലും അവിടെ ഒരുമിച്ച് പാവിരിച്ചൊരു തമ്പേറും മേടിച്ച് പാട്ടുപാടി 15 പേര് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ 15 പേരുടെ ശബ്ദത്തിനപ്പുറം യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് ചില ദിവസങ്ങൾ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ കാണാത്തൊരു മണ്ഡലത്തിൽ ദൈവപ്രവൃത്തി ആരംഭിക്കും. അങ്ങനെയാണ് 2000 വർഷമായി ദൈവത്തിൻ്റെ തിരുസഭയുടെ വിജയം മുഴുവൻ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി യോഗത്തിൽ ഇവിടെ കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഒലവക്കോട് സെൻട്രൽ കൺവെൻഷൻ തുടങ്ങിയിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ മനസ്സുണരണം. എന്നിട്ട് പറയണം, ഈ കാണുന്നതൊന്നും അല്ല, ഇവിടെ കുറച്ച് പേര് കൂടിയിരിക്കുന്നതല്ല, ഇതിൻ്റെ പുറകിൽ വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോകുകയാണ്. അങ്ങനെ വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ അവരാണ് ഈ യോഗത്തിൻ്റെ വിജയികൾ. സ്തോത്രം, അവർ നിമിത്തമാണ് ഇത് വിജയമായി മാറാനിടയാകുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ വിശ്വാസം ഏത് വിധത്തിൽ, സ്തോത്രം പറഞ്ഞോ, സ്തുതിച്ചുകൊണ്ടോ, കരമുയർത്തിയോ, കരമടിച്ചോ, ഏത് വിധത്തിലും വിശ്വാസം പ്രകടിപ്പിക്കാൻ ദൈവമക്കളായ നമ്മൾ ബാധ്യസ്ഥരാണ്. നിങ്ങളത് സ്തോത്രം തുടർമാനമായി ഇന്ന് നാളെ മറ്റന്നാളൊക്കെ അത് മനസ്സിൽ കരുതി ദൈവസന്നിധിയിൽ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു തെളിവ് പറഞ്ഞോട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും ഇന്നൊരു പ്രഥമ ദിവസമല്ലേ. എൻ്റെ കയ്യിൽ പല തെളിവുകൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഞാൻ ഈ പറഞ്ഞതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും ഈ ആരംഭ ദിവസം എൻ്റെ ഹൃദയത്തിൽ പൊങ്ങി വരുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാണ്. കർത്താവിൻ്റെ സ്തോത്രം അതിദാരുണമായിരിക്കുന്ന പീഡനവും നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച, കഷ്ടങ്ങൾ ഏറ്റുവാങ്ങി അടിച്ച് തകർക്കപ്പെട്ട് ക്രിസ്തുവേശു ക്രൂശിൽ മരിച്ച ആ ദാരുണമായിരിക്കുന്ന സംഭവം അത് അതിഘോരമാണ്. യേശു ക്രിസ്തുവിൻ്റെ അവസാന പെസഹ രാത്രി കർത്താവായ യേശു തൻ്റെ അടിമ ശിഷ്യന്മാരുമായി യെരുശലേം പട്ടണത്തിന് നടുവിലുള്ള മാളികമുറിയിൽ തൻ്റെ അവസാനത്തെ, ഈ ഭൂമിയിലായിരുന്നപ്പോഴുള്ള അവസാനത്തെ പെസഹ ആചരിക്കാൻ വേണ്ടി ശിഷ്യന്മാരുമായിട്ട് മാളികമുറിയിൽ കയറിപ്പോയി. അവിടെ പെസഹ ആചരിച്ച അനന്തരം താഴേക്ക് ഇറങ്ങി വന്ന പടിക്കെട്ടുകൾ ഇറങ്ങി വന്നവരെ സ്തോത്രം തമ്മിൽ വന്ദനം പറഞ്ഞ് സ്തോത്രം പാടിയ ശേഷം കർത്താവിനറിയാമായിരുന്നു കർത്താവ് സ്തോത്രം മരണത്തിലേക്ക് അഥവാ പാപപരിഹാര യാഗത്തിന് വേണ്ടി വന്നവനായിരിക്കുന്ന കർത്താവ് ഗദസമന വഴി കാൽവരി ക്രൂശിലേക്കുള്ള യാത്രയാണെന്നൊക്കെ പറഞ്ഞാണ് യാത്ര പറയുന്നത്. അങ്ങനെ സ്തോത്രം യാത്ര പറഞ്ഞ് ഗദസമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് പോയിരിക്കുകയാണ്, താൻ പതിവായി പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത്. സ്തോത്രം പശ്ചാത്തലങ്ങൾ എഴുതിയിരിക്കുന്ന വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം അനുസരിച്ച് കർത്താവ് പതിവായി പ്രാർത്ഥിക്കുന്ന ഗദസമന തോട്ടത്തിൽ സ്തോത്രം ഒരു പാറക്കെട്ടുകൾക്ക് മീതെ കമന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനാ സമയത്താണ് വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം അനുസരിച്ചും തിരുവെഴുത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രകാശനം അനുസരിച്ചും നമ്മുടെ കർത്താവ് മാനവരാശിയുടെ പാപം ഏറ്റെടുക്കുന്നത്. വേദപുസ്തകത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ അവൻ്റെ മേൽ ചുമത്തപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. പാപങ്ങൾ ചുമത്തപ്പെട്ടു. ഹല്ലേലൂയ. ആ സമയത്താണ് കർത്താവ് പാപമില്ലാത്ത പരിശുദ്ധനായവൻ 33 തിരുവയസ്സ് വരെ ഇവിടെ ജീവിച്ച മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ, ദൈവമായിരുന്നവൻ നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും ഒന്നും രക്തത്തിന് വഴിപാടുകൾക്കും നേർച്ച കാഴ്ചകൾക്കും പരിഹാരം വരുത്താൻ കഴിയാതിരുന്നപ്പോൾ ശാശ്വത പരിഹാരം പാപത്തിന് വരുത്താൻ വേണ്ടിയിട്ട് കാൽവരി ക്രൂശിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ഈ പാറമേൽ കമന്ന് കടന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാപം ഏറ്റെടുക്കുകയാണ്, അല്ലെങ്കിൽ പാപം ചുമത്തപ്പെടുകയാണ്. ആ സമയത്ത് മാനവൻ്റെ പാപത്തിൻ്റെ കഠോരത നിമിത്തം ലൂക്കോസ് എന്ന സുവിശേഷകൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവായ യേശുവിൻ്റെ രക്തധമനികൾ പൊട്ടി രോമകൂപങ്ങളിലൂടെ വേർപ്പ് തുള്ളിക്ക് പകരം രക്തത്തുള്ളികൾ ഇറ്റിറ്റ് വീണു എന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ ആ ഭാഗം വായിച്ച് ഞെട്ടിയിട്ടുണ്ട്. കാരണം മധ്യപൂർവ്വദേശത്ത്, പലസ്തീൻ പോലത്തെ മധ്യപൂർവ്വദേശത്ത് തണുപ്പുള്ള നാടാണ്. ആ നാട്ടിൽ രാത്രി പൊതുവിൽ തുറസായ സ്ഥലത്ത്, നമ്മുടെ നാട്ടിലൊക്കെ ഈ മകരമാസത്തിലുള്ളതിനേക്കാൾ അധികം തണുപ്പുണ്ടാകും. ആ സമയത്ത് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ തുറസായ ഒരു തോട്ടത്തിനകത്ത് യേശു പ്രാർത്ഥിച്ചപ്പോൾ വിയർത്തു എന്ന് പറയുന്നത് തന്നെ സ്തോത്രം അതിശയം തോന്നിപ്പിക്കുന്നതാണ്. കാരണം സ്തോത്രം അത്ര തണുപ്പുള്ള കുളിരുള്ള രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം വിയർക്കുന്നത് അത്ര ഭാരം വരുമ്പോഴാണ്. എയർ കണ്ടീഷനുള്ള മുറിക്കകത്ത് AC ഓൺ ചെയ്തിട്ടിരിക്കുമ്പോൾ സ്തോത്രം ഒരു ഗ്രഹനാഥൻ വിയർക്കുന്നത്
ചിലപ്പോൾ നെഞ്ചുവേദനയോ ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടാകുന്ന സമയത്തായിരിക്കും. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭയാനകമായിരിക്കുന്ന വേദന ശരീരത്തിൽ പ്രഹരിക്കുമ്പോൾ, ഉള്ളിൽ കയറുമ്പോഴാണ് തണുപ്പുള്ളപ്പോൾ വേർക്കുന്നത്. അങ്ങനെ വേർത്ത സമയത്ത് വേർപ്പ് തുള്ളിക്ക് പകരം രക്തത്തുള്ളികളാണ് ഇറ്റിറ്റ് വീണതെന്ന്. അതിനർത്ഥം ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ കേട്ടിട്ടുണ്ട്, രക്തയണലി എന്ന് പറഞ്ഞൊരു പാമ്പുണ്ട്. ഈ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നതെന്ന് അറിയില്ല. ആ പാമ്പ് കടിച്ചാൽ മരിക്കുന്നയാൾ മരിച്ചതിന് ശേഷം രോമകൂപങ്ങളിലൂടെ രക്തത്തുള്ളികൾ, രക്തധമനികൾ പൊട്ടി ഇറ്റിറ്റ് വീഴുമെന്ന്. അത്ര ഭയാനകമാണ് അതിൻ്റെ വിഷം. അപ്പം അതിനേക്കാൾ വിഷമാണ് പാപത്തിന് എന്ന് വേണം ധരിക്കാൻ. ആ പാപം യേശുവിൻ്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ അതിൻ്റെ കഠോരത നിമിത്തം എത്ര പേര് കേൾക്കുന്നുണ്ടെന്ന് രാത്രി ഇവിടെ നിന്ന് സന്തോഷത്തോടെ സ്തുതിക്കുമ്പോൾ, നമ്മുടെ കർത്താവ് നമ്മെ ഇങ്ങനെ ആക്കാൻ വേണ്ടി സഹിച്ചത് എത്ര ത്യാഗമാണെന്ന് ഈ ആദ്യ രാത്രി കേൾക്കുന്നത് ഹൃദയത്തിൻ്റെ ഉണർവിന് കാരണമാകുമെങ്കിൽ അത് സ്തോത്രത്തോടെ ഏറ്റെടുത്ത് ആ കർത്താവ് ഉയർത്തപ്പെട്ടാൽ, പിശാചിന്റെ തലയെ തകർത്തവൻ ഉയർത്തപ്പെട്ടാൽ അനേകരെ ആകർഷിക്കാമെന്നൊരു വാക്കോടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ ആദ്യ രാത്രി യേശുവിൻ്റെ ക്രൂശിനെ ഉയർത്തുമ്പോൾ എത്ര ദൈവദാസന്മാർക്കും ദൈവമക്കൾക്ക് സന്തോഷത്തോടെ തിരുസന്നിധിയിൽ നിന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വരാൻ കാരണം എൻ്റെ കർത്താവിൻ്റെ കാൽവരി മരണമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ തരങ്ങൾ തുറന്ന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. കേൾക്കണേ, ആ സമയത്താണ് കർത്താവായ യേശു അലറിക്കരയുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അലറിക്കരയുന്നത്. സ്തോത്രം. ആ ഒരു വാക്കിനെ തെറ്റിദ്ധരിച്ച് അമിത കൃത്രിപ്പുകാരായിരിക്കുന്ന ആളുകൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്തെയും പാപപരിഹാര യാഗത്തെയും സ്തോത്രം കുറ്റം പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കുറേ കാലങ്ങളായിട്ട് പ്രചരിപ്പിക്കുന്ന തെറ്റായ സ്തോത്ര പ്രചരണമുണ്ട്. അതിപ്രകാരമാണ് യേശുക്രിസ്തുവിന് ക്രൂശിലേക്ക് പോകാൻ ഭയമായിരുന്നു എന്നും യേശു മരണത്തെ ഭയപ്പെട്ടു എന്നും ആ മരണത്തോടുള്ള ഭയം കൊണ്ടും അപ്രതീക്ഷിതമായിട്ട് യേശുവിനെ ഘോരമായി റോമൻ പട്ടാളക്കാർ സ്തോത്രം പീഡിപ്പിക്കുമെന്നുള്ള ഉൾഭയം കൊണ്ട് പിതാവിനോട് മരണത്തെ പേടിച്ചിട്ടാണ് പാനപാത്രം നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് യേശു ഒരു കരുത്തനല്ല, കർത്താവ് മരണത്തെ പേടിച്ചവനാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന യൂട്യൂബിലൊക്കെ തപ്പേ ചിലപ്പോൾ കിട്ടും. ഞാനിപ്പോൾ അത് പറയാനല്ലല്ലോ വന്നതെങ്കിലും നിങ്ങളുടെ മനസ്സുണർത്താൻ വേണ്ടി പറയാം. നിങ്ങളാരെങ്കിലും അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി തിരുത്തിയിട്ട് വേണം നമുക്ക് വചനം കേൾക്കാൻ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് ഈ പാനപാത്രം നീങ്ങിപ്പോണം, ക്രൂശ് മരണം നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് യേശു പ്രാർത്ഥിച്ചത് എന്നൊരു വലിയ തെറ്റിദ്ധാരണ ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം യേശുക്രിസ്തു യോഹന്നാൻ 14-13 മുതൽ വായിക്കുമ്പോൾ, വേണ്ട മരുരൂപമലയിൽ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന സമയം അവിടെ മുതലാണ് കർത്താവിൻ്റെ പ്രഭാഷണം മാറുന്നത്. കർത്താവ് യാത്ര പറച്ചിൽ അഥവാ ക്രൂശിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നതെന്ന് ആ ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശ്രോത്രം, നിങ്ങൾ ശ്രദ്ധിച്ച്, അവിടെ വെച്ച് മോശയും ഏലിയാവും ഇറങ്ങി വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു മരണവിധം ഓർപ്പിച്ചെന്നാ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ മരണവിധം എന്ന് പറഞ്ഞാൽ കർത്താവ് എങ്ങനെയാണ് മരിക്കാൻ പോകുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ച് അവർ വന്നൊരു ഫൈനലി ശ്രോത്രം പറഞ്ഞുറപ്പിച്ചു. അവിടെ മുതൽ ഇങ്ങോട്ട് യേശു പറഞ്ഞു നിങ്ങളുടെ ഉള്ളം കലങ്ങരുത് എന്നൊക്കെ പറഞ്ഞ ശിഷ്യം. അപ്പൊ യേശുവിനറിയാം വന്നത് മരിക്കാനാണ്, ചുമ്മാ മരിക്കാനല്ല. ഒരു മനുഷ്യൻ നരകത്തിൽ പോയാൽ നരകത്തിൽ കടന്ന് അനുഭവിക്കേണ്ടതെല്ലാം കർത്താവ് ഗദസമന മുതൽ കാൽവരി വരെ അനുഭവിച്ചിട്ടാണ് മരിച്ചത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ നരകത്തിൽ പോയാൽ അവൻ സഹിക്കേണ്ട വേദന മുഴുവൻ സഹിച്ച് അതിന് പകരമായി അവൻ രക്തം കെട്ടിവെച്ചിട്ടാണ് മരിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ പ്രസംഗിക്കുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല. ഹല്ലേലൂയ. അത്രയ്ക്ക് മനുഷ്യന് വേണ്ടി സഹിച്ച് മരിച്ചവനാണ് കർത്താവായ യേശു. ഹല്ലേലൂയ. അപ്പം യേശുക്രിസ്തു പിന്നെ എന്താ ഈ പാനപാത്രം നീങ്ങിപ്പോണമെന്ന് നിലവിളിക്കുകയും പറയുകയും ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? മരണത്തെ പേടിച്ചിട്ടാണോ? മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? എന്താണ് ഉദ്ദേശം? സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളവിടെ മനസ്സിലാക്കണം, ക്രൂശ് മരണത്തെയോ കാൽവരി ക്രൂശിനെയോ തൻ്റെ കഷ്ടാനുഭവങ്ങളെയോ ഭയപ്പെട്ടിട്ടല്ല യേശു വന്നത്, നമുക്ക് വേണ്ടി മരിക്കാനാണ്. പിന്നെ അവിടെ വെച്ച് ആ ഒരു നിലവിളിയുടെയും കരച്ചിലിൻ്റെയും അർത്ഥം എന്താണ്? അതിനെക്കുറിച്ച് നമ്മൾ ഗ്രഹിക്കണം. ഇത്രയേ ഉള്ളൂ. യേശുക്രിസ്തു ആ പാറമേൽ, നിങ്ങൾ ആ രംഗം ഒന്ന് മനസ്സിൽ കാണണം എൻ്റെ കൂടെ നിന്നുകൊണ്ട് കേട്ടോ. പാറമേൽ കമന്ന് കിടന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവിൻ്റെ രക്തധമനികൾ പൊട്ടി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ രോമകൂപങ്ങളിൽ കൂടെ രക്തത്തുള്ളികൾ ഇറ്റിട്ട് വീഴുന്നത്. അവിടെ യേശു ബലഹീനനായി, നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്തവണ്ണം ത്രാണിയില്ലാത്തവനായി ആ സമയത്ത് കരയുമ്പോഴാണ് ദൈവം ഒരു ദൂതനെ പറഞ്ഞയക്കുന്നു. ലൂക്കോസിൽ വായിച്ചിട്ടുണ്ട് നിങ്ങൾ, കർത്തൃദാസന്മാരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും. ഒരു ദൂതനെ പറഞ്ഞയക്കുന്നു. ദൂതൻ വന്ന് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് കർത്താവിനെ തൊടുമ്പോൾ യേശു ബലപ്പെട്ട് എഴുന്നേൽക്കുന്നു. ഇന്ന് രാത്രി
പകൽക്കാലം കേൾക്കണേ. ഹല്ലേലൂയ. ഈ ഭാഗത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, യേശുദാൻ തൻ്റെ ഐഹിക ജീവിതകാലത്ത് മരണത്തിൽ നിന്ന് വിടുവിക്കാമെന്നവനോട് ഉറച്ച നിലവിളിയോടെ അഭയാചന കഴിക്കുകയും അവന് മറുപടി ലഭിക്കുകയും ചെയ്തു. നിങ്ങൾ ആ ഭാഗം കേട്ടോ? മരണത്തിൽ നിന്ന് വിടുവിക്കാമെന്നവനോട് തൻ്റെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി ഉറച്ച നിലവിളിയോടെ അഭയാചന കഴിച്ചു. അതിന് മറുപടി ലഭിച്ചില്ലെന്നല്ല, മറുപടി ലഭിച്ചു എന്ന്. ഗ്രഹിക്കാൻ കഴിവുള്ള ദൈവമക്കളും കർത്തൃദാസന്മാരും ചിന്തിക്ക്. 33.5 വർഷത്തിനിടയിൽ എപ്പോഴാണ് യേശു എന്നെ മരണത്തിന് വിധേയപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞത്? ഉറച്ച നിലവിളിയോടെ. വേറൊരു സന്ദർഭം ഉണ്ടോ? സ്തോത്രം. ഈ ഒരു ഭാഗത്താണ് നിലവിളിച്ചത്. ക്രൂശിലേക്ക് പോകാൻ പേടിച്ചാണ് നിലവിളിച്ചതെങ്കിൽ മറുപടി ലഭിച്ചു എന്നെഴുതിയത് കള്ളത്തരല്ലേ? ക്രൂശിൽ യേശു മരിച്ചില്ലേ? അപ്പോൾ മറുപടി ലഭിച്ചു എന്നെഴുതിയത് പോഷ്കായി മാറത്തില്ലേ? സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങളാകപ്പെടെ തല പുകഞ്ഞിരുന്ന് കേൾക്കുവാണോ? മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? സ്തോത്രം. ഞാൻ ഇതിനകത്ത് കയറി പിടിച്ചും പോയി. ഇനി എനിക്ക് അതിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഇത് തീർക്കാതെ പറ്റൂല. എന്നിട്ട് വേണം കുറിവാക്യം വായിക്കാൻ. സ്തോത്രം. എന്താണെങ്കിലും പരിശുദ്ധാത്മാവ് ഞാൻ അറിയാതെ അതിനകത്തേക്ക് വീണുപോയി. ഇനി അതിൽ നിന്ന് പിടിച്ച് കയറി വരാൻ നിങ്ങൾ സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ കാര്യം മനസ്സിലാക്കിയിട്ട് വേണം. എന്തോ ഇത് പറയാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം പ്രേരിപ്പിച്ചു. ഇന്ന് രാത്രി ഈ പ്രദേശത്ത് എവിടെയെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ മുന്നോട്ട് വിടാത്ത പിശാച് ഏതെങ്കിലും വിധത്തിൽ നിൽക്കുന്നെങ്കിൽ അവൻ്റെ തല ഇന്ന് രാത്രി കർത്താവ് തകർത്തിട്ട് വേണം ദൈവത്തിൻ്റെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കാൻ. അതായിരിക്കും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ പറഞ്ഞു മറുപടി ലഭിച്ചു. സ്തോത്രം. പിന്നെ ക്രൂശിലേക്ക് പോയതിന് ഭയപ്പെട്ടാണെങ്കിൽ മറുപടി ലഭിച്ചു എന്നുള്ളത് ശരിയല്ലോ. ക്രൂശിൽ ഇഞ്ചിഞ്ചായ യേശു മരിച്ചില്ലേ? പിന്നെ ഇവിടെ എന്താ സംഭവിച്ചത്? പറയാം, കേൾക്കണം. യേശു ആ പാറമേൽ കിടന്ന് കരയുകയാണ്. അവിടെ വെച്ച് എഴുന്നേക്കാൻ ത്രാണിയില്ലാതെ ബലഹീനനാകുകയാണ്. ആ സമയത്ത് ആ പാറമേൽ കിടന്ന് യേശു ബ്ലീഡിംഗ് ആയി, രക്തം ഊർന്നു പോയിക്കൊണ്ടിരിക്കുക, ബലഹീനനായി അവിടെ കിടന്ന് മരിച്ചാൽ, ആ ഗെഥസമനയിലെ പാറയിൽ കിടന്ന് മരിച്ചാൽ അതൊരു പാപപരിഹാര മരണം ആവില്ല. മനസ്സിലാവുന്നോ? മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന വാക്ക് ഗലാത്യ ലേഖനത്തിൽ എടുത്തെഴുതിയിരിക്കുന്നത് പോലെ യേശു ക്രൂശിൽ മരിച്ചെങ്കിലേ മാനവരാശിക്ക് പാപപരിഹാരം ഉണ്ടാകുള്ളൂ. ഹല്ലേലൂയ. മാത്രമല്ല, ഇവിടെ നിന്ന് അതിദാരുണമായ പീഡനങ്ങൾ ആരംഭിക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് കർത്താവായ യേശുവിനെ കറ്റക്കളത്തിൽ കറ്റ മെതിക്കുന്നത് പോലെ റോമൻ പട്ടാളക്കാർ ബൂട്ട്സിട്ട കാലുകൊണ്ട് തെരുവിലിട്ട് ചവിട്ടി മെതിച്ചാണ്. ഞാൻ ആദ്യം പറഞ്ഞാൽ, ഒരു മനുഷ്യന് ലോകത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വേദനകൾ ഏറ്റെടുത്താണ് യേശു മരണത്തിലേക്ക് പോയത്. യേശുക്രിസ്തുവിൻ്റെ പീഡനങ്ങളെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നത് ഘോരമായിട്ടാണ്. റോമൻ ചമ്മട്ടിയൊക്കെ വിശദീകരിച്ചാൽ ഇന്ന് രാത്രി എൻ്റെ പ്രസംഗത്തിൻ്റെ മുക്കാപ്പങ്കും ആ വിശദീകരണം കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. യേശുവിൻ്റെ താടി രോമങ്ങളൊക്കെ പറിച്ചെടുത്തു എന്ന് എഴുതിയിരിക്കുന്നത്. യഹൂദന്മാരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, പഠിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയാണ്. ഒരു റബ്ബിയായി വളരുന്ന, ഒരു മാന്യനായി വളരുന്ന യഹൂദൻ താടി വളർത്തി നീട്ടി വളർത്തുന്ന ആളാണ്. 30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും, 33, 35 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ചരിത്രകാരന്മാർ യഹൂദൻ്റെ പശ്ചാത്തലം പഠിച്ചിട്ട് എഴുതിയിരിക്കുന്നു. അപ്പോഴത്തേക്കും അദ്ദേഹം താടിയെ മിനുക്കി വളർത്തിക്കൊണ്ടുവരുന്ന അവർ ആ താടി നെഞ്ചകം മറഞ്ഞ് പൊക്കിൽ കൊടിയുടെ മുകളിൽ വരെ ഇത്രയും നീളത്തിൽ ഒരു 33 വയസ്സുകാരൻ്റെ താടി രോമങ്ങൾ നീണ്ടു നിൽക്കും. നല്ല തങ്ക നൂല് പോലെ അത്രയ്ക്ക് മനോഹരമായ താടി രോമങ്ങളായിരിക്കും അവർ മിനുക്കി കൊണ്ട് നടക്കുന്ന. അതിനൊക്കെ വേദപുസ്തകത്തിൽ തെളിവുണ്ട് കേട്ടോ, പഠിക്കണമെങ്കിൽ. ആ താടി രോമങ്ങൾ റോമൻ പട്ടാളക്കാർ യേശുക്രിസ്തുവിൻ്റെ ഈ പൊക്കിൽ കൊടിയോളം നീണ്ടു കിടക്കുന്ന താടി, നമ്മൾ ഈ പടത്തിലൊക്കെ കണ്ട കൊച്ചു എന്താ താടി, അതെനിക്ക് പറയാനറിയില്ല. ആ താടി വെച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല. കർത്താവ് 33 വയസ്സ് വരെ ഷെയ്വ് ചെയ്തിട്ട് വെട്ടി ഒതുക്കിക്കൊണ്ട് പറഞ്ഞ ആളല്ല, റബ്ബിയാണ്. അത്രയും നീളത്തിൽ താടി നീണ്ടു കിടക്കുമ്പോൾ അതിനകത്തേക്ക് ഏകദേശം 2.5-3 ഇഞ്ച് നീളം വരും റോമൻ പട്ടാളക്കാരൻ്റെ വിരലുകൾക്ക്. പ്രത്യേക നിലവാരത്തിനകത്ത് അവർ പരിശീലനം ലഭിച്ച ഒരു റോമൻ പട്ടാളക്കാരൻ അദ്ദേഹത്തിൻ്റെ അവരുടെ കൈമുഷ്ടി ചുരുട്ടിയിട്ട് ആഞ്ഞൊരു മനുഷ്യനെ ഇടിച്ചാൽ 20 കിലോ ഭാരം വരുന്ന ഒരു ഇരുമ്പ് ചുറ്റിക കൊണ്ട് അടിക്കുന്നതിന് തുല്യമാണെന്ന്. അപ്പോൾ ഓർത്ത് നോക്കി. കർത്താവായ യേശുവിനെ നടുക്ക് നിർത്തിയിട്ട് 2 പട്ടാളക്കാർ കൈ ചുരുട്ടിയിട്ട് ഒരുമിച്ച് മുമ്പിൽ നിൽക്കുന്ന ദാഷ്ട്യക്കാരനായിരിക്കുന്ന ശതാധിപന് ആജ്ഞ കൊടുക്കുന്ന മനുഷ്യൻ
മനുഷ്യനോ തല കൊണ്ടോ ഒരു ശബ്ദം കൊണ്ടോ ആജ്ഞ കൊടുക്കുമ്പോൾ മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് പോലെ അവിടെ നിന്നും ഇവിടെ നിന്നും രണ്ട് പട്ടാളക്കാർ ഒരേ സമയത്ത് വന്നിട്ടാണ് യേശുവിൻ്റെ ചെന്നിത്തടം തീർത്തിടിച്ചത്. 20 40 കിലോ തൂക്കം വരുന്ന രണ്ട് ഇരുമ്പ് കൂടം കൊണ്ട് തലയോട്ടിക്കട്ടടിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആത്മാവിന്റെ ശക്തിയാൽ ഈ ആത്മീക ചിന്തയുടെ അധികാരത്തിന്റെ വ്യാപനം ഇവിടെ നിന്ന് തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും ഈ ഒലവക്കോട് സെന്ററിന്റെ ഓരോ ലോക്കൽ ചർച്ചുകളുള്ള സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശീഘ്രമായി പായിക്കട്ടെ. അതിന്റെ വിടുതലുകൾ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന കുടുംബത്തിനും കർത്തൃദാസന്മാർക്കും ശുശ്രൂഷയ്ക്ക് ലഭിക്കാനിടയാകട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എത്ര പേര് സ്തോത്രത്തോടെ കർത്താവിന്റെ പാദപീഠത്തിൽ ഒരുമിച്ച് ഇത്ര തീവ്രമായ കഷ്ടങ്ങൾ സഹിച്ചവനെ ഇന്ന് രാത്രി ആരാധ്യനായി, മരണത്തെ ജയിച്ചവനായി, 10,000 സുന്ദരനായി, കോടി സൂര്യന്റെ പ്രഭയുള്ളവനായി ഇന്ന് രാത്രി കാലം നമ്മുടെ മനതാരിൽ വാഴുന്നവനാണ് യേശു എന്ന് ഇന്ന് രാത്രി ഞാൻ പറയുമ്പോൾ അതിന് സ്തോത്രം ചെയ്യാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് ഇന്ന് രാത്രികാലം പദവി മറന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. നിങ്ങൾ എത്ര സീനിയർ ആണെങ്കിലും, നിങ്ങൾ എത്ര ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ഇന്ന് രാത്രികാലം ദൈവപുത്രനെ ഉയർത്തുമ്പോൾ ആ സിംഹാസനത്തിന്റെ മുമ്പിൽ മൂപ്പന്മാര് പോലെ കിരീടങ്ങൾ ഊരിയിട്ട് അവനെ വാഴ്ത്തി വണങ്ങുന്ന സ്വർഗീയ സദസ്സിന് കീഴെ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറ. സ്വർഗം ഇന്ന് രാത്രി ചിലത് ചെയ്യാൻ തുടങ്ങട്ടെ. റബനാദ രാജ ശന്തന ഋഗദിയാല അർത്ഥന രഗദന വൈഡവന ഹദിയാദ രക്ഷസിയ. യേശുവിൻ്റെ നാമത്തിൽ ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്തിരുന്ന് കേൾക്കുന്നവർ ഈ പാവപ്പെട്ട സെന്ററിങ്ങിന് ഒരു ക്രമീകരണം തുച്ഛമായ പണങ്ങൾ കൂട്ടിവെച്ച് ക്രമീകരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്ലാറ്റിലോ വീട്ടിലോ ഇരുന്നത് കേൾക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വചനത്തിൻ്റെ ശക്തി നീ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് കേട്ടാലും കാൽവരി ക്രൂശിൽ മനുഷ്യൻ വിടുവിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രൻ സഹിച്ച വേദനയുടെ വിടുതൽ ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് രോഗസൗഖ്യമായി, പാപമോചനമായി, നിങ്ങളുടെ തലമുറയുടെ മുഖമൊടിക്കുന്ന വിടുതലായി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ എന്ന് ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചോ. ഓരോ കുടുംബങ്ങളിലേക്ക് ദൈവകൃപയുടെ വ്യാപാരം ഉണ്ടാകട്ടെ. നന്ദിയോടെ 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 കർത്താവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ അടച്ചിട്ട മുറിക്കകത്താണെങ്കിലും വഴിയോരത്താണെങ്കിലും ഇങ്ങനെ ഒരുക്കിയ ഒരു പന്തലിന് കീഴെയാണെങ്കിലും എൻ്റെ ആത്മനാഥനെ അറിഞ്ഞാരാധിക്കുന്നതിൽ എനിക്ക് ലജ്ജയില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, അഭിഷേകമുള്ളവർ ഇന്ന് രാത്രി ഒരു മനസ്സോടെ ആത്മനിറവോടെ ഈ പ്രഥമ രാത്രി ചില ഇരുട്ടിന്റെ കാർ മേഘങ്ങളെ ദൈവം തള്ളി മാറ്റിക്കൊണ്ട് സ്വർഗം അടുത്ത കൊല്ലം ഈ സമയം യേശു വരാൻ താമസിച്ചാൽ ഈ വചനം നിന്ന് ഫലിക്കട്ടെ. ഈ സെന്ററിന്റെ ചുറ്റുവട്ടങ്ങളിൽ ഇനിയും വിടുതലുകൾ നടക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഇതിനകത്തും പുറത്തുമൊക്കെ സൗഖ്യവും വിടുതലും നടക്കട്ടെ. അടിപ്പിണരിൽ സൗഖ്യമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അടിപ്പിണരിന്റെ സൗഖ്യ വ്യാപാരം ഇന്ന് രാത്രി സംഭവിക്കട്ടെ. സ്വർഗം എഴുന്നള്ളി വന്നിരിക്കുന്നു എന്നറിയുന്നവർ നന്ദി പറഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഏകദേശം 2.5-3 ഇഞ്ച് നീളം വരുന്ന റോമൻ സൈന്യാധിപൻ്റെ പട്ടാളക്കാരൻ്റെ വിരലുകൾ ഞാനീ പറഞ്ഞ താടി രോമങ്ങൾക്കകത്തേക്ക് കടത്തിയിട്ടിട്ട് കൂട്ടിപ്പിടിച്ചിട്ട് താഴേക്കൊരു വലിക്കുമ്പോൾ സ്തോത്രം, രോമങ്ങൾ മാത്രമല്ല പൊട്ടിപ്പോരുന്നത്. സ്തോത്രം, ആപ്പിൾ പോലുള്ള പാപമില്ലാത്ത പരിശുദ്ധൻ്റെ ആ മുഖത്തെ സ്തോത്രം മാംസം മുഴുവനും കൂടി ഇങ്ങ് അടർന്നു പോരുക. സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ മേൽമീശയിലേക്ക് ചൂണ്ടുവിരൽ ചുറ്റിയിട്ട് ഒരു പട്ടാളക്കാരൻ മോളിലേക്ക് ആഞ്ഞു വലിച്ചപ്പോൾ മേൽചുണ്ട് പറഞ്ഞു പോന്നു എന്നാണ് ജോസഫസിനെ പോലുള്ള ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് യെശയ്യാവ് എഴുതിയത്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനാക്കപ്പെട്ടു എന്ന്. ഒരു മനുഷ്യൻ്റെ മേൽചുണ്ട് പറഞ്ഞു പോയത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അസ്ഥികൂടം തലയോട്ടി പോലെ ഇരിക്കും, കണ്ടാ പേടിച്ചു പോവും. അത്രയ്ക്ക് ദാരുണമായി പീഡിപ്പിച്ചു. ഇത്രയും വലിയ പീഡകൾ ഏറ്റുവാങ്ങി ക്രൂശിൽ മരിച്ചെങ്കിലേ
അതൊരു പാപപരിഹാര ബലിയാകത്തുള്ളൂ. പാറമേൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് രക്തം വാർന്നു പോയി 3 പേരെ കൂടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അവർ മാറിയിരുന്ന് ഉറങ്ങുക. ഇന്നത്തെ പോലെ ന്യൂസോ ഇതുപോലത്തെ ചാനലൊന്നും ഇല്ലെന്നറിയാം. എങ്കിലും നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി ഓർപ്പിക്കുക. യേശു അവിടെ കിടന്ന് സ്തോത്രം ആ പാപമേറ്റെടുത്ത സമയത്ത് രക്തം വാർന്ന് അവിടെ കിടന്ന പാറമേൽ കിടന്ന് മരിച്ചാൽ നാടൻ ന്യൂസ് ചാനലുകളിൽ എന്തായിരിക്കും വരുന്നത്? അന്ന് ന്യൂസ് ചാനലില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തായിരിക്കും വരുന്നത്? പ്രാർത്ഥിക്കാൻ പോയ യേശു ഹൃദയാഘാതം മൂലമോ രക്തം വാർന്നൊലിച്ചോ രക്തം ഛർദ്ദിച്ചോ പാറയിൽ കിടന്ന് മരിച്ചെന്നേ വാർത്ത വരുള്ളൂ. അതൊരു പാപപരിഹാര മരണമാകില്ല. അതുകൊണ്ടാണ് യേശു ഈ പാറമേൽ കടന്ന് മരിക്കരുത്, എനിക്ക് ക്രൂശിൽ പോയി മരിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കാൻ അവിടെ പ്രാർത്ഥിച്ചത്. ക്രൂശ് മാറാനല്ല, ഇവിടെ നിന്ന് എനിക്ക് കുരിശ് വരെ എത്തണം. സ്തോത്രം. അതായിരുന്നു ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. അതാ ദൂതൻ വന്ന് തൊട്ടപ്പോഴേക്ക് യേശു എഴുന്നേറ്റ് നിന്നു. സ്തോത്രം. അതുകൊണ്ട് എബ്രായലേഖന എഴുത്തുകാരൻ എഴുതി, തൻ്റെ ഐഹിക കാലത്ത് മരണത്തിൽ നിന്ന് വിടുവിക്കാൻ അവനോട് പ്രാർത്ഥിച്ചു, ഉത്തരവും കിട്ടി. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ പറയാൻ വന്നത് അതല്ല. പരിശുദ്ധാത്മാവ് അതെല്ലാം തട്ടിയെടുത്ത് ആത്മാവിൽ വ്യാഖ്യാനിച്ചതാണ്. ഞാൻ പറയാൻ വന്നത് ആത്മീയതയ്ക്കെല്ലാം ഒരു കാണാത്ത വശമുണ്ടെന്ന്. ഇങ്ങനെ ഇഞ്ചിഞ്ചായി തകർക്കപ്പെട്ട് ആപാദ ചൂടൻ തല മുതൽ പാദം വരെയും അടിച്ച് തകർക്കപ്പെട്ട് കർത്താവിനെ അറവുശാലയിൽ ഞായറാഴ്ച രാവിലെ അറത്തിട്ടിരിക്കുന്ന ഒരു മൃഗത്തിൻ്റെ തോല് പൊലിച്ച് മാംസത്തുണ്ട് തൂക്കിയിട്ടിരിക്കുന്നത് പോലെ ക്രൂശിൽ സ്വന്തം തോളിൽ തലചായ്ച്ച് തൂങ്ങിക്കിടക്കുന്ന യേശുവിനെ സുവിശേഷകന്മാരൊക്കെ എഴുതിയിട്ടുണ്ട്. ധാരണമാണ്. അലറിക്കരഞ്ഞുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്നും എൻ്റെ പ്രാണനെ പിതാവിൻ്റെ കയ്യിൽ പരമേൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ യേശു പ്രാണനെ പരമേൽപ്പിച്ചത്. ആ കാഴ്ച ദാരുണമാണ്, തകർക്കപ്പെട്ടതാണ്. എന്നാൽ ഇനി ഞാൻ പറയുന്ന കേൾക്കണം. ആത്മീയതയ്ക്കെല്ലാം കാണാത്തൊരു വശമുണ്ട്. ഈ ക്രൂശിലെ സംഭവം വർഷങ്ങൾക്ക് ശേഷം ധന്യനായ പൗലോസ്ലീഹ കണ്ടു. എന്നിട്ട് അദ്ദേഹം കൊലോസ്യ ലേഖനത്തിൽ അതെഴുതിയത് ഇങ്ങനെയാണ്. ക്രൂശിൽ വെച്ച് തോളിൽ തലചായ്ച്ചൊരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്ന് മരിച്ചെന്നല്ല എഴുതിയത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ക്രൂശിൽ വെച്ച് അവൻ പിശാചിൻ്റെ ആയുധം പിടിച്ചു പറിച്ചു. ക്രൂശിൽ വെച്ച് അവൻ ജയോത്സവം കൊണ്ടാടി. അന്ന് തലയോടിയുടെ മലമുകളിൻ്റെ താഴെ നിൽക്കുന്ന ആരും കണ്ടില്ല പിശാചിൻ്റെ ആയുധം വെപ്പിക്കുന്നത്. അന്നാരും കണ്ടില്ല അവൻ്റെ തല തകർക്കുന്നത്. എന്നാൽ സ്തോത്രം, വർഷങ്ങൾക്ക് ശേഷം ഒരു ഭംഗി വാക്കെഴുതിയതല്ല. പൗലോസിന് വെളിപ്പാടിൽ മനസ്സിലായി, യേശു ഇഞ്ചിഞ്ചായി തകരുമ്പോൾ സാത്താന്റെ ആയുധം പിടിച്ചു പറക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഇവിടെ കുറച്ചു പേർ ചില ദിവസങ്ങളായി ചെത്തിയും പിറക്കിയും കണ്ണീരൊഴുക്കിയും ഇല്ലാത്ത കാശ് ഒരു കൊല്ലം കൊണ്ട് സ്വരുക്കൂട്ടി ഇതുപോലെ ദൈവദാസന്മാരെ വിളിച്ചു വരുത്തി കണ്ണുനീരോടെ ആത്മഭാരത്തോടെ ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ഇതിലെ പോകുന്നവർക്ക് തല കുലുക്കിയിട്ട് പോകാം. പക്ഷെ ഇതിന്റെ പുറകിൽ ദുഷ്ടന്റെ ആയുധം വെപ്പിക്കുന്ന ചില പദ്ധതികൾ സ്വർഗം ചെയ്യുന്നുണ്ടെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറായാൽ അത് നിന്റെ കുടുംബത്തിന് വിടുതലായിരിക്കും. ഇന്നൊരു ദിവസം കൊണ്ട് നിർത്തരുത് ഈ യോഗം. ഞായറാഴ്ച വരെ ദൈവമക്കൾ വരണം, ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യണം. പ്രസംഗികരെ നോക്കരുത്, ആരാ വരുന്നതെന്ന് നോക്കരുത്. ഈ യോഗത്തിന് പുറകിൽ എന്തോ രഹസ്യ മണ്ഡലം തുറക്കുന്നുണ്ട് ദൈവം. അവിടെ ആർക്കൊക്കെയോ വിജയം കൽപ്പിക്കുന്നുണ്ട് ദൈവം. ഏതൊക്കെയോ കുടുംബങ്ങളിലേക്ക് പ്രാർത്ഥിച്ചിട്ടും തീരാത്ത വിഷയങ്ങൾ. ഞാൻ നിങ്ങളെ കൈയടിപ്പിക്കാൻ ശ്രമിക്കുകയല്ല, ഞാൻ ദൈവദാസന്മാരെ പ്രീസ് ചെയ്യുക അല്ല. ഈ പുൽപിറ്റിൽ നിന്നുകൊണ്ട് ഈ ദിവസങ്ങളിലെ വെളിപ്പാട് ഞാൻ പറയുകയാണ്. ഈ യോഗം തീരുന്നതിനേക്കാൾ മുമ്പ് എന്തൊക്കെയോ അകത്തെ തറയിൽ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരമിറങ്ങി ആരും കാണാത്ത മണ്ഡലത്തിൽ ദൈവം ചില ആയുധങ്ങൾ വെപ്പിക്കും. നിന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത, നിന്നെ ഉയർത്താത്ത, നിന്റെ അധ്വാന ബലം നിന്നെ കൊണ്ട് അനുഭവിപ്പിക്കാത്ത, നീ കണ്ണുനീരോടെ വിതച്ചിട്ട് നിന്നെ കൊണ്ട് കൊയ്യാൻ സമ്മതിക്കാത്ത അന്ധകാര വ്യാപാരങ്ങളെ ആയുധം വെപ്പിച്ചുകൊണ്ട് സ്വർഗ്ഗം ഈ പാലക്കാടിന്റെ മണ്ണിൽ
ശുശ്രൂഷകന്മാർക്കും ദൈവസഭയ്ക്കും വിശ്വാസികൾക്കും വിശ്വസിക്കുന്നവർ മാത്രം ഈ ദൂതന്റെ കൂടെ നിന്ന് ഒരു അല്പസമയം സ്തോത്രം ചെയ്താൽ മതി കേട്ടോ. അതല്ലാത്തവർ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിടുന്നു. നിന്റെ ശുശ്രൂഷയുടെ പുറകിൽ, നിന്റെ വേലയുടെ പുറകിൽ, നിന്റെ സുവിശേഷ പ്രവർത്തനത്തിന്റെ പുറകിൽ, നിന്റെ പ്രാർത്ഥനയുടെ പുറകിൽ നീ എന്തൊക്കെ ചെയ്താലും നിന്നെ ഉയർത്താതിരിക്കാൻ അടരാടി നിൽക്കുന്ന അന്ധകാര ശക്തിയുടെ ആയുധം വെപ്പിക്കുന്ന ആഴ്ചയാണ് ഇന്ന്. വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളെന്ന് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളുടെ പുൽപ്പറ്റിൽ നിന്ന് എൻ്റെ കർത്താവിൻ്റെ കയ്യെ പിടിച്ചോണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കാൻ ദീർഘദൂര യാത്ര ചെയ്ത് ഇവിടെ വന്ന ദൈവദാസൻ എന്ന നിലയ്ക്ക് ഞാൻ ആത്മാവിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഏതുമില്ലെങ്കിൽ വേണ്ട, അല്ല വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ഒരു മാറ്റമുണ്ടാകട്ടെ, ഒരു ചേഞ്ച് ഉണ്ടാകട്ടെ. ഒരു വാഹനത്തിന്റെ ഗിയർ മാറിയിടുന്നത് പോലെ പരിശുദ്ധൻ നിന്റെ ശുശ്രൂഷയുടെ ഗിയർ ചേഞ്ച് ചെയ്യട്ടെ. ഒരു മേജർ ഷിഫ്റ്റിംഗ് നടക്കട്ടെ. ഹല്ലേലൂയ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യണമെന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന വേദപുസ്തകത്തിന്റെ പോളിസി അത് സമ്മതിക്കത്തില്ല. ഈ നാട്ടിലെന്ന് വാദിച്ചു നിൽക്കുന്ന ഇരുട്ടിൻ വ്യാപാരങ്ങളെ, പൈശാചിക തലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവകൃപ കൊണ്ട് ഏറ്റെടുത്ത് അത് തെളിയിക്കാൻ, 2025 അത് തെളിയിക്കാൻ നിങ്ങൾ തയ്യാറായാൽ സ്വർഗം നിങ്ങളുടെ പക്ഷത്ത് നിൽക്കാമെന്ന് ഈ രാത്രി ഉറപ്പു തരികയാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. സമയം ഓടുന്നു. അതുകൊണ്ട് കണ്ണടച്ചൊരു വാക്ക് പ്രാർത്ഥിച്ച് വേഗത്തിൽ ഈ രാത്രിയിലെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഒരു നിമിഷം കൂടെ ഇതൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ യോഗത്തിൻ്റെ പുറകിൽ ദൈവം എന്തോ പദ്ധതി ഇട്ടിട്ടുണ്ട്. അതിന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ദൈവം ദുഷ്ടപിശാചിൻ്റെ ആയുധം പിടിച്ചു പറക്കണം. തിരുസഭയെ സഹായിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുക. എന്നെ സഹായിക്കണം, എൻ്റെ വേലയെ സഹായിക്കണം. വടിയും വാതിലുകളും അടഞ്ഞു നിൽക്കുക. മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുക. പക്ഷെ ഇവിടം മുതൽ നിന്നെ സഹായിക്കുന്നത് കർത്താവായിരിക്കും. അതിനുള്ള വഴികൾ ദൈവം ഒരുക്കുകയാണ്. ഇന്ന് രാത്രി ബാക്കിയുള്ള സമയം ഞാൻ പ്രസംഗിക്കുന്നത് ഈ ഒരു ഉദ്ദേശത്തിൽ മാത്രമായിരിക്കും. കർത്താവ് ചില ആയുധം ഇന്ന് രാത്രി പിടിച്ചു പറിക്കും. അത് സംഭവിക്കണമെന്ന് മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കാം. നിങ്ങളത് വിശ്വസിച്ച് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക. സ്വർഗം അത് ചെയ്യും. പരിശുദ്ധ ദൈവമേ, എൻ്റെ സ്വർഗീയ പിതാവേ, നിങ്ങളുടെ നാമത്തെ ഉയർത്താൻ എനിക്ക് നാട്ടിൽ അവസരം തന്ന മഹാദൈവമേ, നിങ്ങളുടെ തിരുമുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവേ, അങ്ങയുടെ ആ ആത്മീക പ്രേരണയ്ക്കായി സ്തോത്രം. ഞാൻ അതിനു വേണ്ടി മാത്രം ദൈവസന്നിധിയിൽ പ്രസംഗിക്കാം. ഞങ്ങൾ ഒന്നിച്ചൊരു മനസ്സോടെ ഒരല്പസമയം കൂടി തിരുവെടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ കർത്താവ് ചിലത് ചെയ്തുകൊണ്ടിരിക്കണമേ. അടിയൻ്റെ പ്രസംഗത്തിൻ്റെ പുറകിൽ കർത്താവ് എന്തോ ചെയ്യും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഈ കൺവെൻഷൻ്റെ പുറകിൽ പരിശുദ്ധ ദൈവം എന്തോ വലിയ കാര്യം ചെയ്യും. അത് നടക്കുമെന്ന് വിശ്വസിക്കുന്നു. കർത്തൃദാസന്മാർക്കും സഭകൾക്കും ദൈവമക്കൾക്കും ഇതൊരനുഗ്രഹമായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. കരമുയർത്തി ഒന്നോടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. വളരെ തിടുക്കത്തോടെ പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ ഉച്ചഭാഷണിക്കൂടെ വായിക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കും. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. മതി. വളരെ ഗംഭീരമായിരിക്കുന്ന 2 വാക്യങ്ങളാണ് പത്രോസ് അപ്പോസ്തലൻ്റെ ആത്മീക പരിചരണത്തിൽ തൻ്റെ തൂലികയിൽ വിരാജിതമായിരിക്കുന്ന സഭയ്ക്കെഴുതിയ, വൃദ്ധന്മാർക്കെഴുതിയ ഈ ലേഖനത്തിൽ നിന്ന് ഈ അനുഗ്രഹീത യോഗത്തിൻ്റെ പ്രഥമ രാത്രി പങ്കുവയ്ക്കാൻ കർത്താവ് എന്നെ പ്രേരിപ്പിച്ചത്. സ്തോത്രം. ആ വാക്കുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
പത്രോസ് തൻ്റെ അനുഭവത്തിൽ നിന്നാണ് 1-ാം ലേഖനത്തിൻ്റെ പല കാര്യങ്ങളും പരാമർശിച്ചിരിക്കുന്നത്. ഈ വാക്യത്തിനകത്തും പത്രോസിൻ്റെ ഒരു ഗംഭീരമായിരിക്കുന്നൊരു അനുഭവം കിടക്കുന്നുണ്ട്. പക്ഷെ അവിടെ വരെയും സമയപരിധിക്കുള്ളിൽ ഇന്ന് രാത്രിക്കാലം എൻ്റെ പ്രസംഗം എത്തിച്ചേരുമെന്നറിയില്ല. ഞാൻ പറയുന്നിടത്തോളം കാര്യങ്ങൾ വ്യക്തത തന്ന് നിങ്ങളോട് സൂചിപ്പിക്കാം എന്ന് മാത്രം ഞാൻ ഉറപ്പ് തരികയാണ്. ഈ 2 വാക്യങ്ങൾ പരിശോധിച്ചാൽ ഏകദേശം ആത്മീകതയിൽ, എന്നെ നന്നായി കേൾക്കണം വാക്കുകൾ കേട്ടോ, ആത്മീകരായിരിക്കുന്ന ആളുകൾ അല്ല, നമ്മുടെ സഭകൾക്കകത്തെല്ലാം നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കേണ്ട 10 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ 2 വാക്യത്തിനകത്ത് കിടക്കുന്നത്. 10 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, 10ഓളം അതിഗംഭീരമായ വിഷയങ്ങൾ ഈ 2 വാക്യത്തിനകത്തുണ്ട്. സഭ അറിയേണ്ട, സഭാജനങ്ങൾ അറിയേണ്ട, ലോകമറിയേണ്ട 10 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത, വേദപുസ്തകം അനേക വിഷയങ്ങളാൽ നിമിഡമാണ്. സ്തോത്രം. ചുമ്മാ ഒരു യുദ്ധക്കഥയോ ഏതെങ്കിലും ഒരു കുടുംബചരിത്രമോ ഏതോ ഒരു സംഭവമോ മാത്രം വിശദീകരിച്ച് കുത്തിക്കെട്ടി കയ്യിൽ തന്നൊരു പുസ്തകമല്ല വിശുദ്ധ ബൈബിൾ. ബൈബിളിനകത്ത് എത്ര വിഷയങ്ങളുണ്ടെന്ന് ഇന്ന് വരെ ആരും തിട്ടപ്പെടുത്തിയിട്ടില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും അറിവിൽ അങ്ങനെ എത്ര വിഷയമുണ്ടെന്ന് ബൈബിളിനകത്തുനിന്നുള്ള കാര്യത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു തിയോളജിയനോ ഏതെങ്കിലും ഒരു സ്തോത്രം ബൈബിൾ ഡിക്ഷണറിയോ നിഘണ്ടുവോ ഏതെങ്കിലും കമൻട്രികളോ പരാമർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കും കൂടി പറഞ്ഞു തരിക. അടുത്ത വേദികളിൽ ഞാനത് തെളിയിച്ചോളാം. സ്തോത്രം. പക്ഷേ ഇതിനകത്ത് അനേക വിഷയങ്ങളുണ്ട്. എങ്ങനെ പറഞ്ഞാൽ കുടുംബം എന്താണെന്ന് അറിയണോ? ആ വിഷയം ലോകത്തിന് ആവശ്യമുള്ളതാണ്. ഇന്ന് ഒത്തിരി മാർക്കറ്റിംഗ് ഉള്ളതാണ് കുടുംബം എന്ന വിഷയം. ഒത്തിരി സെക്കുലർ ആളുകൾ, ഒത്തിരി മോട്ടിവേഷൻ പ്രീച്ചേഴ്സ്, ഇവരെല്ലാം കുടുംബത്തെക്കുറിച്ച് ഒരുപാട്, കാരണം കുടുംബങ്ങൾ ഒത്തിരി ഉലയുന്നു, തകരുന്നു, ജീവിക്കാൻ അറിയാത്തവർ കണ്ണുനീരിലും കഷ്ടത്തിലുമാകുന്നു, ഡിവോഴ്സുകൾ നടക്കുന്നു, കുടുംബങ്ങൾക്കകത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ഒത്തിരി പ്രീച്ചേഴ്സ് ഫാമിലി കേന്ദ്രീകരിച്ചുണ്ട്, ഒത്തിരി മോട്ടിവേഷൻ പ്രീച്ചേഴ്സ് ഉണ്ട്. തപ്പി നോക്കിയാൽ അറിയാം. എന്നാൽ ഇന്ന് രാത്രിക്കാലം ഞാനൊരു കാര്യം പറയാം. കുടുംബം എന്താണെന്ന് കൃത്യമായി പഠിപ്പിക്കുകയോ അറിയോ ചെയ്യണമെങ്കിൽ അവൻ തിരുവെഴുത്ത് വായിച്ചിരിക്കണം. ഹല്ലേലൂയ. കാരണം കുടുംബത്തിൻ്റെ സകല രഹസ്യങ്ങളും കുടുംബത്തിൻ്റെ ഉപജ്ഞാവായ ദൈവം ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുടുംബം എന്നതൊരു പഠന വിഷയമാണ്. ഭാര്യ ആരാണ്, ഭർത്താവ് ആരാണ്, സുന്ദരമായ കുടുംബം എങ്ങനെ കൊണ്ടുപോകാം എന്നിത്യാദി കാര്യങ്ങളൊക്കെ. കുടുംബം എങ്ങനെ ഉണ്ടായി, കുടുംബത്തിൻ്റെ ഉദ്ദേശം എന്താണ്, കുടുംബത്തിൻ്റെ പങ്കാളികളുടെ കടപ്പാടും കർത്തവ്യം എന്താണ്. എത്ര സുന്ദരമാണെന്നറിയാമോ? വേദപുസ്തകം വായിക്കാതെ കുടുംബം എന്ന വിഷയം പൂർണ്ണമാകില്ല. ഇനി പേരൻറ്റിങ്, സ്തോത്രം, പേരൻറ്റിങ് അഥവാ സ്തോത്രം മക്കളെ വളർത്തുക എന്ന വിഷയം ശ്രദ്ധിച്ചു കേട്ടോ. മക്കളെ വളർത്തുക എന്ന വിഷയം അതിഗംഭീരമായൊരു വിഷയമാണ്. ആര് വളർത്തണം മക്കളെ, മക്കളെ എങ്ങനെ വളർത്തണം എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് ആരെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ വേദപുസ്തകം വായിച്ചിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ആരാധന, സ്വർഗം, നരകം, ദൈവം, പിശാച്, പ്രശ്നങ്ങൾ, കഷ്ടതകൾ, അതിൽ നിന്നുള്ള വിടുതലുകൾ എന്നിത്യാദി എത്രയോ കാര്യങ്ങൾ, സാമൂഹ്യപരമായ ജീവിതം, സ്തോത്രം, സാമ്പത്തികത്തിൻ്റെ സ്റ്റാറ്റസ്, ആത്മീകം, ഇങ്ങനെ വേണ്ട എണ്ണിയാൽ തീരാത്തിടത്തോളം വിഷയങ്ങളാണ് വിശുദ്ധ ബൈബിളിനകത്തുള്ളത്. അതിനകത്തത് ആത്മീകപരമായിരിക്കുന്ന ഒരു 10 വിഷയമെങ്കിലും 2 വാക്യത്തിനകത്തുണ്ട്. സമയം പോകുന്നു എങ്കിൽ ഈ ഞാൻ 10 എന്നൊക്കെ പറഞ്ഞിട്ട് മിണ്ടാതെ പോകും. ചില ആൾക്കാർ അങ്ങനെയുണ്ട്, പ്രസംഗിക്കാൻ വന്നിട്ട് 18 കാര്യമുണ്ടെന്ന് പറയും, സ്തോത്രം പറയുകയല്ല, പിന്നെ ഫോൺ ചെയ്തവർ എടുക്കത്തുമില്ല, എന്താണെന്ന് ചോദിച്ചാൽ പറയുകയല്ല. അങ്ങനെ വെറുതെ മനുഷ്യന് പറഞ്ഞ് സ്തോത്രം പറ്റിച്ചിട്ട് കഥയില്ലല്ലോ. ഞാനങ്ങ് പറഞ്ഞു പോയ സ്ഥിതിക്ക് വിശദീകരിക്കാതെ ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ എങ്കിലും തരാൻ വേണ്ടി ശ്രമിക്കാം. എഴുതി വെക്കുന്നവരോ നോക്കുന്നവരൊക്കെ വേണമെങ്കിൽ ശ്രദ്ധിച്ചോ. ഇതിനകത്തുനിന്ന് സ്തോത്രം ഒരു 10 രാത്രി പ്രസംഗിക്കാൻ പറ്റിയ, 10 സഭായോഗത്തിന് പ്രസംഗിക്കാൻ പറ്റിയ വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, ആ വാക്യം തുടങ്ങിയത് ഇങ്ങനെയാണ്, മനുഷ്യൻ തള്ളിയതെങ്കിലും. അതൊരു ഗംഭീര വിഷയമാണ്. എന്താണ് മനുഷ്യൻ തള്ളിയവർ? ഈ വേദപുസ്തകത്തിൽ ഒത്തിരി പേരുണ്ട്. ചേർത്ത് നിർത്തേണ്ട പലരും നല്ല പ്രായത്തിൽ തള്ളിക്കളഞ്ഞവർ, കൈപിടിച്ച് വിശ്വസിച്ച് കൊണ്ടുവന്നിട്ട് അവസാനം വരെ താങ്ങിക്കോളാം, നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ പറ്റിച്ചിട്ട് പോയവർ എത്രയോ പേർ നമ്മുടെ ചുറ്റുമുണ്ടെന്നാണ്. സുവിശേഷം പറയുന്ന ആളുകളൊക്കെ ഇത് ശ്രദ്ധിച്ചാൽ നല്ലത്. അവരെയൊക്കെ കണ്ടുപിടിക്കണം, അവരെ സ്നേഹിക്കണം, ചേർത്ത് നിർത്തണം. അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുത്താൽ അവരൊരിക്കലും നഷ്ടമാകില്ല. അപ്പം മനുഷ്യൻ തള്ളിയവർ ഒത്തിരി പേരുണ്ട്. മനുഷ്യൻ തള്ളിയവർ എന്തായി തീരും എന്നതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾ വേദപുസ്തകം പരിശോധിക്കണം. ഞാൻ 1-2 പേരെ നിങ്ങളെന്നെ തുറിച്ചു നോക്കുന്നതുകൊണ്ട് പറയാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ പഴയ നിയമത്തിലെ യോസേപ്പിനെ? സ്വന്തം വീട്ടുകാർ, സ്വന്തം സഹോദരങ്ങൾ തള്ളുവല്ലായിരുന്നു, തള്ളിയിട്ട് അവനെ വിൽക്കുമായിരുന്നു. പക്ഷെ തലയ്ക്ക് മീതെ സ്തോത്രം ഒരു ദൈവമുള്ളിടത്തോളം കാലം ആരൊക്കെ തള്ളിയാലും
ദൈവബോധം നഷ്ടപ്പെടാതെ ദൈവത്തിന്റെ കയ്യേന്ന് വിടാതിരുന്നാൽ കണക്ക് ഈ ആയുസ്സിൽ തന്നെ കണക്ക് തീർക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം ആര് തള്ളിയാലും ഓർത്തോളണം. ഹല്ലേലൂയ. അത് ആത്മീയത്തിൽ തള്ളിയാലും സ്വത്രം വീട്ടിൽ തള്ളിയാലും ദൈവം കൂടെ ആരുടെ കൂടെയുണ്ടോ അവരെ തള്ളിയാൽ സ്വർഗം വാശിയുള്ളവനായി മാറും. സ്വത്രം ഹല്ലേലൂയ. പിന്നെ പ്രതികാരം അവരല്ല, ദൈവമാണ് ചെയ്യുന്നത്. ദാവീദിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ദാവീദിൻ്റെ ഭാഷയെ പറഞ്ഞത് അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചെന്ന. അങ്ങനെ തള്ളിയവരെ ഭൂമിയിൽ വെച്ച് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു പദവി. ഇനി ദൈവത്തിനൊരു മനുഷ്യനെ ദൈവമാക്കാൻ പറ്റിയല്ല. സ്തോത്രം. അതാക്കിയല്ല ദൈവം. എത്ര ചമഞ്ഞാലും ദൈവം ആകാൻ പറ്റിയല്ല. മനുഷ്യൻ ദൈവമാകുകയല്ല. പിന്നെ ദൈവത്തിനൊരു മനുഷ്യനെ ആക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധിയാണ് രാജാവാക്കുക എന്ന് പറയുന്നത്. അത് ദൈവം ആക്കിയോ? അപ്പം അന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആരാണ്ടും തള്ളിയെന്നോർത്ത് നിങ്ങൾ തീവണ്ടിക്ക് തലവെക്കാനൊന്നും പോകണ്ട. നിങ്ങൾ സ്വത്രം വിശക്കുപ്പി തപ്പണ്ട. നിങ്ങൾ കൊച്ചുങ്ങളെ എടുത്ത് കെണ്ടി ചാടാൻ പോകണ്ട. ഇന്ന് രാത്രികാലം തള്ളിയവരെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഒരു രാത്രിയോ ഒരു സഭായോഗത്തിന് എൻ്റെ ദൈവദാസന്മാർ ജനത്തെ പറഞ്ഞു കേൾപ്പിക്കണം. നാൾക്കവരെ പറഞ്ഞു കേൾപ്പിക്കണം. സ്വത്രം ആരെങ്കിലും ഒക്കെ ബസ് സ്റ്റാൻഡിൽ വീട്ടിൽ പോകാതെ ആരൊക്കെ തള്ളിയത് കൊണ്ട് സ്വത്രം ഹല്ലേലൂയ ഏതെങ്കിലും സിമന്റ് ബെഞ്ചിന്റെ ചോട്ടിലോ റെയിൽവേ പ്ലാറ്റ്ഫോമിലോ ജീവിതം തീർക്കുന്നുണ്ടായിരിക്കും. അവരോട് പറയണം, ആരൊക്കെ തള്ളിയാലും ഏറ്റെടുക്കുന്ന ഒരുവനുണ്ട്, അവനാണ് സാക്ഷാൽ ദൈവം. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഗംഭീരമായ വിഷയമാണ് മനുഷ്യൻ തള്ളുക എന്ന് പറഞ്ഞത്. അടുത്തത് മനുഷ്യൻ തള്ളിയതെങ്കിൽ അടുത്ത വാചകം കണ്ടോ, ദൈവസന്നിധിയിൽ. ദൈവസന്നിധി എന്ന വിഷയം സ്തോത്രം നിർബന്ധമായും ദൈവമക്കൾ അറിയേണ്ട വിഷയമാണ്. എവിടാണ് ദൈവസന്നിധി? സ്തോത്രം ഹല്ലേലൂയ. എന്താണ് ദൈവസാന്നിധ്യം? ദൈവസാന്നിധ്യം ഉണ്ടായാലുള്ള ഗുണം എന്താണ്? ദൈവസാന്നിധ്യ ലക്ഷണം എന്താണ്? സ്തോത്രം ഒരു 5 പോയിന്റ് എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ് ബോധ്യമാക്കി തരും. തിരുവെഴുത്തിലൊരു വാക്യം ക്ലൂ തരാം. സ്തോത്രം ഒരു വാക്യമുണ്ട്, സർവ്വലോകത്തിൻ്റെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ പോലും മെഴുകുപോലെ ഉരുകുമെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 20 പേര് കൂടുന്ന സഭായോഗത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നാൽ അവിടെ എത്ര പർവ്വതം പോലത്തെ വിഷയമുണ്ടെങ്കിലും ആ യോഗം 12:30 1 മണിക്കോ തീരുമ്പോഴേക്കും ആ മനുഷ്യൻ ചുമന്നുകൊണ്ട് വന്ന പർവ്വത സമാനമായ വിഷയങ്ങൾ അത് ഉരുകിത്തീരുന്ന സ്ഥലമാണ് ദൈവ സന്നിധി. അത് അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനിടയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എത്രയോ പ്രാവശ്യം ഞാനൊരു സഭാ ശുശ്രൂഷന 25 വർഷമായി തിരുവല്ലക്കടുത്തൊരു സ്ഥലത്ത് ഞാൻ കർത്തൃദാസനായി വേല ചെയ്യുക. ശ്രോത്ര 4 5 പേര് ഇരുന്ന് അവരോട് പ്രസംഗിച്ചു തുടങ്ങിയ ഒരാളാണ് ഞാൻ. ശ്രോത്ര എത്രയോ ദിവസങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യം നിങ്ങളോട് പറയാം. ചില ആളുകളൊക്കെ ശ്രോത്ര ഹല്ലേലൂയ കർത്തൃദാസൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഓർപ്പിച്ച പോലെ അടുത്ത കാലത്തൊക്കെ പവർ വിഷനിലൊക്കെ ശുശ്രൂഷിക്കാൻ അവസരം കിട്ടിയത് കൊണ്ടൊക്കെ പലരും അറിഞ്ഞും കേട്ടും വരും. അവർ പലരും എന്നെ വിളിച്ചു ചോദിച്ചത്, സ്വത്രം പാസ്റ്ററോട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ എന്ന്. ഞാൻ പറഞ്ഞു, യോഗം കഴിയുമ്പോൾ സംസാരിക്കാം, പോരെ എന്നും പറഞ്ഞുകൊണ്ടാണ് വിളിച്ചു വരുത്തിയത്. പക്ഷെ ഞാൻ അവരോട് നിർബന്ധം പറഞ്ഞു, എന്നോട് സംസാരിക്കാൻ വേണ്ടി മാത്രം വരരുത്, യോഗമുള്ള ദിവസമാണ്, രാവിലെ യോഗത്തിന് ഇരിക്കാൻ വരണം, എന്നിട്ട് സംസാരിക്കാം. സ്വത്രം ഒരു യോഗത്തിന് വരും, ഇരിക്കും, എന്നോട് എന്തൊക്കെയോ മല പുറത്ത് വിഷയം പറയാനാ വന്നത്. പക്ഷെ ഞാൻ അനുഭവിച്ച 1 അല്ല 2 അല്ല ഒട്ടനവധി പ്രാവശ്യം തിരുവെഴുത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് പറയാം, ഒട്ടും അതിശോക്തിയല്ല. എന്നോട് പറയാമെന്ന് പറഞ്ഞു വന്ന പല ഭാരങ്ങളും സ്തോത്രം ഹല്ലേലൂയ ഒരു 2.5 മണിക്കൂർ യോഗം കഴിഞ്ഞപ്പോൾ, വചന ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ, ആരാധന കഴിഞ്ഞപ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ, ആശീർവാദം കഴിഞ്ഞപ്പോൾ അവരെന്റെ മുമ്പിൽ വന്നിട്ട് സത്യം പറയുന്നവരോട് പറഞ്ഞിട്ടുണ്ട്, ഒരു 1 മണിക്കൂർ പറയാനാ വന്നത്, പക്ഷെ ഇനി ഒന്നും പറയുന്നില്ല, കാരണം ഞങ്ങളുടെ മനസ്സിന്റെ ഭാരം നീങ്ങി. അതുകൊണ്ട് ഇന്ന് രാത്രി ഇതിനിടയിലങ്ങ് എവിടെയെങ്കിലും പോയി നിന്ന് സമയം കളയുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ബോധ മനസ്സിനെ ഉണർത്തിക്കൊണ്ട് ഞാൻ പറയാം, ദൈവ സാന്നിധ്യമുള്ള യോഗത്തിൽ പോയി പങ്കെടുക്കുക. സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് ഇറങ്ങി വരുന്ന ആത്മീക ശുശ്രൂഷകളുണ്ട്. ഈ ദൈവദാസന്മാരൊക്കെ ശുശ്രൂഷിക്കുന്നിടത്ത് ഈ ഇരിക്കുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ മതി, പരിശുദ്ധാത്മാവ് ഇടപെടുന്ന, ദൈവത്തിന്റെ കൃപാവരങ്ങൾ വ്യാപരിക്കുന്ന, പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപ ഒലിച്ചിറങ്ങുന്ന, അധികാരത്തോടെ സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്ന കർത്തൃദാസന്മാർ ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ഒരു കൂട്ടത്തിനകത്ത് നീ നിന്റെ പിള്ളേരും കൂടി പോയിരുന്നു നോക്ക. ആരോടും പറയണ്ട. അതിനിടയിൽ തിരുസാന്നിധ്യം ഇടപെട്ട് ചില വിഷയങ്ങളെ ഉരുക്കിക്കളഞ്ഞിരിക്കും. ഹല്ലേലൂയ. സാന്നിധ്യം ഭയങ്കരമാണ്. ഒരു കാര്യം ഇവിടെ പറയാം,
ലോകത്തിൽ ഒരിടത്തും പെർമനൻ്റായ സ്ഥിരമായ ഒരു ദൈവ സാന്നിധ്യം ഇല്ല. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. സ്തോത്രം. ഇഷ്ടപ്പെടാത്തത് കൊണ്ട് സമയം നിങ്ങൾ കളയാൻ ഞാൻ വിശദീകരിക്കാൻ നിർബന്ധിതനാകുന്നു. അതിന് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ഭാഷ പറയാം വേദപുസ്തകത്തിൽ നിന്ന്. കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. അതാണ് വേദപുസ്തകത്തിൻ്റെ ഭാഷ. എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് പണിതിട്ട് അതിൻ്റെ മുകളിലത്തെ നില യേശുവിനാന്നും പറഞ്ഞ് പണിതിട്ടാലും അതിനകത്ത് യേശു വന്ന് പാർക്കുമൊന്നുമില്ല. സ്തോത്രം. അങ്ങനെ ആര് പണിതിട്ടാലും കല്ലും മണ്ണും വെച്ച് പണിതിട്ടിരിക്കുന്ന, കാർപ്പറ്റും വിരിച്ചിട്ടിരിക്കുന്ന ഒരു മുറിക്കകത്ത് തത്തയെ പിടിച്ച് കൂട്ടിലിടാന്ന പോലെ ഈ ദൈവത്തെ പിടിച്ചിടാന്ന് ആരും വ്യാമോഹിക്കണ്ട. അങ്ങനെ നിൽക്കുന്ന ചരടിലോ തകിടിലോ ഒതുങ്ങുന്ന ദൈവം അല്ല ഈ ദൈവം. പിന്നെയോ 2-3 പേർ കാൽവരി ക്രൂശിൽ മാനവന് വേണ്ടി മരിച്ചവന്റെ നാമത്തിൽ എവിടെയെങ്കിലും, അത് മരച്ചോട്ടിൽ കൂടിയാലും മതി, അതിൻ്റെ നടുവിലേക്ക് ദൈവ സാന്നിധ്യവുമായി. സ്വത്ര പഴയ നിയമത്തിൻ്റെ വാക്യം ദൈവമക്കളെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒരു ഭക്തൻ കരഞ്ഞു, ദൈവമേ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി തിരുനിവാസത്തിലേക്ക് ഇറങ്ങി വരണമേ. തന്നെ വരണം എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ എന്തുകൊണ്ടാ പറഞ്ഞത്? പെട്ടകം ദൈവ സാന്നിധ്യത്തിന്റെ നിഴലാണ്. ആ പെട്ടകം ചെന്നിടത്തല്ല യെരിഹോ തകർന്നു, യോർദാൻ പിളർന്നു, ദാഗോൻ ഉടഞ്ഞു, വഴി തുറന്നു. അത് സാന്നിധ്യത്തിന്റെ നിഴലാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, നാഥാ നീ ഞങ്ങളുടെ മധ്യത്തിലേക്ക്, ഞങ്ങളുടെ ആലയത്തിലേക്ക് വരുമ്പോൾ നിന്റെ പഴയ നിയമത്തിലെ ചിന്തയ നിന്റെ പെട്ടകവുമായി വരണം. ഞായറാഴ്ച സഭായത്തിനൊക്കെ പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ തിരുവെഴുത്തിൽ കണ്ട സകല സത്യങ്ങളും മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചാണ് നിങ്ങൾ ഇന്ന് പറഞ്ഞ പോലെ 10 പേർ അറിയുന്നുണ്ടെങ്കിൽ അറിയാവുന്നവനായി തീർന്നത്. ഒരു ദിവസം പൊട്ടി വീണതല്ല. വചനം എന്തു പറയുന്നോ അത് അതുപോലെ കരഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, സാന്നിധ്യം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ, അതിന് ശക്തിയുണ്ടെങ്കിൽ, അതിന് രോഗത്തെ സൗഖ്യമാക്കാൻ, അതിന് മനുഷ്യനെ മാറ്റാൻ ശക്തിയുണ്ടെങ്കിൽ, ഞാൻ പ്രസംഗിക്കുന്ന യോഗത്തിൽ, ഞാൻ സ്വത്ര ശുശ്രൂഷകനായിരിക്കുന്ന കൂട്ടായ്മയ്ക്കകത്ത് എനിക്ക് തിരുസാന്നിധ്യം കാണണം എന്ന് പറഞ്ഞ് കാലേ കിടന്ന് കരയാൻ തുടങ്ങി. കുറേ ദിവസങ്ങൾ കരഞ്ഞു കഴിഞ്ഞപ്പോൾ സാന്നിധ്യം ഇറങ്ങി വരാൻ തുടങ്ങി, സാന്നിധ്യം വെളിപ്പെടാൻ തുടങ്ങി. അത് അക്ഷരികമായ ആളുകൾ അനുഭവിക്കാൻ തുടങ്ങി. അന്ധകാര ശക്തികൾ കിരിക്കാൻ വയ്യാതെയായി, ദുർഭൂതങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി. ആരുടെയെങ്കിലും ഉള്ളിൽ ഒതുങ്ങിയ അന്ധകാര ശക്തികളുണ്ടെങ്കിൽ സാന്നിധ്യത്തിന് നടുവിൽ ഇരിക്കാൻ പറ്റാതെയായി. ഞാൻ ഇന്ന് രാത്രി ഒലവക്കോട് സെന്ററിനെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് പറയുക, ഇവിടുത്തെ ദൈവദാസന്മാരെ കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പറയുക, നിങ്ങളുടെ അതിരത്തിൽ നടന്നു വീഴുന്ന പാട്ടിലും പ്രാർത്ഥനയിലും തിരുസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ മനുഷ്യൻ കാണട്ടെ സാത്താൻ പരാജയപ്പെടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഓരോന്നും പറയാൻ നോക്കി. 10 എണ്ണം പറയുമ്പോൾ തന്നെ സ്തോത്രം 10 മണിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും പോകാൻ പറ്റിയില്ല. നാളെ വെള്ളിയാഴ്ച എനിക്ക് രാത്രി തിരിച്ച് ചെന്ന് രാവിലെ സ്തോത്രം പൗരുഷൻ രാവിലെ 6 മണിയോടുകൂടെ കയറേണ്ടതാണ്. പിന്നെ രാത്രി മുഴുവൻ യാത്ര ചെയ്താൽ എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ ചെന്നാൽ ഒന്ന് കുളിച്ച് നേരെ അങ്ങോട്ട് കയറിയേ പറ്റൂ. നാളെ 2-3 മീറ്റിംഗ് ഉള്ള ദിവസമാണ്. അപ്പം അത്രയും എനിക്ക്, നിങ്ങൾ 10-11 വരെ ഇരിക്കുമെന്ന് എനിക്കറിയാം. സ്തോത്രം. പക്ഷേ എനിക്കത്രയും നിൽക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ വേഗത്തിൽ ഞാൻ ഇത് പറഞ്ഞു വിടാം. രണ്ടാമത്തത് ദൈവസന്നിധി. മൂന്നാമത്തത് ശ്രേഷ്ഠവും മാന്യവുമായ ആ പദങ്ങൾ. ദൈവത്തെ വിശ്വസിക്കുന്നവർ ലോകത്തിൻ്റെ മുമ്പിൽ പോഷരാണെങ്കിലും ദൈവത്തിന് അവർ ശ്രേഷ്ഠരാണ്, ദൈവത്തിന് ഒരു മാന്യരാണ്. മൂന്നാമത്തെ വിഷയം അതാണ്. നാലാമത്തത് ജീവനുള്ള കല്ല്. അതാണ് ഇന്ന് രാത്രി ഈ വാക്യത്തിനകത്ത് എൻ്റെ പ്രസംഗ വിഷയം. എത്രത്തോളം തെളിഞ്ഞു കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ജീവനുള്ള കല്ല്. അടുത്തത് ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വരിക. ദൈവത്തിൻ്റെ ജീവനുള്ള കല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ജീവനുള്ള കല്ലായ അതിൻ്റെ എന്നല്ല, അവൻ്റെ എന്നാണ്. അതിനർത്ഥം പേഴ്സണാലിറ്റി കൊടുത്ത് എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം ഞാൻ പുറകെ വിശദീകരിക്കാതെ, അതിനർത്ഥം ഈ കല്ല് ഒരു വസ്തുവല്ല, ഈ കല്ലൊരു വ്യക്തിയാണ്. ആരാണ് ആ കല്ല്? സംശയിക്കേണ്ട, യേശുക്രിസ്തുവാണ്. അപ്പം ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ആരെങ്കിലും വന്നാൽ, അടുത്ത വിഷയമാണ് ദൈവത്തിൻ്റെ അടുക്കൽ വന്നാൽ എന്ത് സംഭവിക്കും, എന്ത് കിട്ടും. സ്തോത്രം. പറയാവുന്നതിൻ്റെ പരമാവധി ഞാൻ പറയാൻ കേട്ടോ. അടുത്ത വിഷയം നോക്കണേ. സ്തോത്രം. അവിടുത്തെ എഴുതിയിരിക്കുന്ന നിങ്ങൾ ജീവനുള്ള കല്ല് വന്നാൽ ആത്മീയ ഗ്രഹം.
അതൊരു ഗംഭീര വിഷയമാണ്. ആത്മീക ഗ്രഹം എന്താണ്? ആത്മീക ഗ്രഹം അങ്ങനെ ഒരു സ്ഥാപനം ഇവിടെയുണ്ടോ? അതിനകത്തൊരു മെമ്പർഷിപ്പ് ഒരു അവസരം കിട്ടാൻ എന്താണ് വഴി? ആത്മീക ഗ്രഹത്തിൻ്റെ ലക്ഷണം എന്താണ്? അതവിടെ ആരാണുള്ളത്? സ്തോത്രം. ഭയങ്കരമാണ്. അത്ര ഗംഭീരമായിരിക്കുന്നൊരു വിഷയമാണ് അടുത്തത്. അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നു സ്തോത്രം, ആത്മീക യാഗം. അതിനിടയ്ക്ക് കൊച്ചു കൊച്ചു വിഷയമാണ് ഞാൻ വിടുക കേട്ടോ. ആത്മീക യാഗം എന്താണ്? ആത്മീക യാഗം വേദപുസ്തകത്തിൽ ആത്മീക യാഗത്തെക്കുറിച്ച് എന്ത് പറയുന്നു? ഈ കാലഘട്ടത്തിൽ സ്തോത്രം നാം കഴിക്കേണ്ട യാഗം ഏതാണ്? ഇതൊക്കെ സഭാജനങ്ങൾ അറിയേണ്ടതാണ്. അടുത്തത് വിശുദ്ധ പുരോഹിത വർഗം. ഇന്ന് ലോകത്തിൽ എത്ര തരം പുരോഹിതന്മാരുണ്ട്? ഇന്ന് ആത്മീകമായി നിലവിലുള്ള പുരോഹിത വർഗം ഏതാണ്? ആ പുരോഹിതന്മാരുടെ ലക്ഷണം എന്താണ്? സ്തോത്രം. ഇന്ന് വേദപുസ്തകത്തിനകത്ത് ഏതൊക്കെ തരം പുരോഹിതന്മാരെ കുറിച്ച് പരാമർശമുണ്ട്? ദൈവം ക്യാൻസൽ ചെയ്ത പൗരോഹിത്യം ഏതാണ് ഇന്ന് നിലവിലുള്ളോ? ഇത് സ്തോത്രം. ഒരു കൺവെൻഷനും നിങ്ങളാരെങ്കിലും പ്രസംഗിക്കുന്നേ, അത്തരം പ്രസംഗിച്ച് കഴിഞ്ഞാൽ തന്നെ തെളിയിച്ചാൽ എന്തായിരിക്കും? കണ്ണ് തുറക്കട്ടെ, പ്രാർത്ഥിച്ചിട്ടേ പ്രസംഗിക്കാവൂ, ആരോടും വാശിക്കല്ല. ആ വിഷയം തെളിയിച്ചാൽ ഞാൻ ഉറപ്പ് തരാം, ഒരു 10 പേരെങ്കിലും ഒരൊറ്റ പ്രസംഗം കൊണ്ട് നേടാൻ പറ്റും. അയ്യോ, സ്തോത്രം പറഞ്ഞില്ല. എൻ്റെ അർത്ഥം നിങ്ങളങ്ങ് പ്രസംഗിച്ചോടാവേ. സ്തോത്രം. ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു സ്തോത്രം, മോശ പറഞ്ഞതുപോലെ ഈ വിഷയങ്ങളൊക്കെ പതുക്കെ 10 പേരോട് പറഞ്ഞു തുടങ്ങ്. സ്തോത്രം. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കമാണ്. ഈ വിഷയങ്ങളൊക്കെ ഇത് പറ്റുമെങ്കിൽ, പറയാൻ പറ്റില്ലെങ്കിൽ കാശുണ്ടെങ്കിൽ 10,000 ട്രാക്റ്റ് അടിച്ച് സ്തോത്രം നിങ്ങളുടെ നാട്ടിൽ വിതരണം ചെയ്യുക. ചിലരുടെ കണ്ണ് തുറക്കട്ടെ. ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. അടുത്ത ആ വാക്യത്തിലെ പ്രധാന വിഷയമാണ് പണിയപ്പെടുക. പണിയുക. വാക്ക് കണ്ടോ? പണിയുക. ഹല്ലേലൂയ. ദൈവം ഒരു ഭയങ്കര പണിക്കാരനാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു പണിയാണ്. മനുഷ്യനെ പണിയുക, മനുഷ്യനെ ചികിത്സിക്കുന്ന സ്ഥാപനങ്ങൾ, അത് ആയുർവേദം, അലോപ്പതി, പിന്നെ എന്തൊക്കെയാ സ്തോത്രം, വേറെ ഒത്തിരി ടൈപ്പ്, പ്രകൃതി എന്നൊക്കെ പറയുന്ന ഒരുപാട് ടൈപ്പ് ചികിത്സകൾ ലോകത്തിനുണ്ട്. പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും മനുഷ്യനെ പണിയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ബോർഡ് കണ്ടിട്ടുണ്ടോ? ഞെട്ടിപ്പോയി. സ്തോത്രം. ഒന്നുകൂടെ ചോദിക്കാം, ഹൃദയത്തിലേക്ക് കയറാൻ വേണ്ടി. മാനസിക രോഗത്തിൻ്റെ ആസ്പത്രിയുണ്ട്, ഓരോന്നിനും സ്പെഷ്യൽ. തലയുടെ മാത്രമുള്ള ആസ്പത്രിയുണ്ട്, ഹാർട്ടിൻ്റെ മാത്രമുണ്ട്, അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി മാത്രം ഒത്തിരി ആസ്പത്രിയുണ്ട്. സ്തോത്രം. ഇങ്ങനെ ഓരോ ആസ്പത്രി ശരീരത്തിന് ചികിത്സ തരുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ബോർഡ് ഗൂഗിളിൽ തപ്പി നോക്ക്. ഇപ്പം ഇരുന്ന് തപ്പരുത്, പിള്ളേരോട് പറ, തപ്പി നോക്ക്. മനുഷ്യനെ പണിയുന്ന ഒരു സ്ഥാപനം ലോകത്തിലുണ്ടോ? സ്തോത്രം. മേശയും കസേരയും കെട്ടിടമൊക്കെ പണിയുന്നു. മനുഷ്യനെ വേദപുസ്തകം പണി. നിങ്ങൾ വാക്ക് പറയാം, നിങ്ങൾ പേടിക്കണ്ട. പൗലോസ് ഒരിക്കൽ കൊരിന്ത്യരോട് പറഞ്ഞു, ഇങ്ങനെയാണ് വാക്ക്, ഇടിച്ചു കളയാനല്ല, പണിയാനത്രേ ഞങ്ങൾ പോയി പഠിച്ചതെന്നല്ല, കർത്താവ് ഞങ്ങൾക്ക് അധികാരം തന്നത്. സ്തോത്രം. എന്തോ പണിയാൻ? പാഴ്സനേജും ഷൗക്കോട്ടയും സ്തോത്രം സഭാഹോളും പണിയാനല്ല, അതൊക്കെ പണിയണ ആവശ്യത്തിന്. പക്ഷെ പൗലോസിൻ്റെ പ്രധാന പണി മനുഷ്യനെ പണിയലാണ്. സ്തോത്രം. ഇടിഞ്ഞു പോയ മനുഷ്യൻ, ഈ ലോകത്തിൻ്റെ വൻകിട ശക്തികൾ ചേർന്ന് ഇടിച്ചു കളഞ്ഞവനെ പണിയുന്നൊരു കൂട്ടർ ഈ ലോകത്തിലുണ്ട്. അത് ദൈവത്തിൻ്റെ തിരുകൃപയാൽ സ്വർഗമേൽപ്പിച്ച കൃപയുള്ള ശുശ്രൂഷകരാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആരെങ്കിലും സ്നേഹത്തോടെ വിളിച്ചതിൻ്റെ പേരിൽ ഈ ആൾക്കൂട്ടത്തിനിടയിൽ ആരെങ്കിലും ഇന്ന് രാത്രി ഒരുപാട് സ്ഥലത്ത് ചികിത്സയ്ക്ക് പോയി, ഒത്തിരി സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയി, ഹല്ലേലൂയ, ആ നിലവാരത്തിലൊക്കെ പോയിട്ട് എങ്ങും പച്ച പിടിക്കാതെ ഈ രാത്രി ആരെങ്കിലും ഒരറ്റ കൈക്ക് ഇവിടെ വന്നില്ലെങ്കിലും ഈ ശബ്ദം എവിടെ വരെ കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല, എവിടെയെങ്കിലും ഇന്ന് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നു, ഈ ചികിത്സയ്ക്കും പ്രാർത്ഥനയ്ക്കൊക്കെ അപ്പുറം സ്വർഗം ഒരുക്കിയ മറ്റൊരു തലമുണ്ട്. അത് പബ്ലിസിറ്റി ഒന്നുമില്ല, അതിൻ്റെ വലിയ ഹോർഡിങ്സും ബോർഡും ഹൈവേയുടെ തീരത്ത് കാണിയല്ല, വലിയ ആസ്പത്രിയുടെ തിരുമ ചികിത്സകളൊക്കെ കാണും. പക്ഷെ ഇന്ന് രാത്രിക്കാലം അറിയാതെ പോകരുത്. തകർന്നു പോയ, വീണുപോയ, ഉടഞ്ഞു പോയ ജീവിതം, ഹല്ലേലൂയ, പൊളിഞ്ഞു പോയ മനുഷ്യനെ പണിയുന്ന ഒരു സ്ഥാപനം ലോകത്തിലുണ്ട്. അതാണ് കർത്താവിൻ്റെ തിരുസഭ. അവിടെ ദൈവത്തിന്റെ കൃപയുള്ളവരുണ്ട്, അവരാണ് മനുഷ്യനെ പണിയുന്നവർ. ഹല്ലേലൂയ. ഞങ്ങൾ സമ്മതിക്കുന്നു, ഈ കാലത്തൊക്കെ യൂട്യൂബിലൊക്കെ കേൾക്കുന്ന പോലെ കള്ളനാണയങ്ങൾ കർത്താവിനെ വിറ്റ് കാശാക്കുന്നവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇതിനിടയിലൊക്കെ എല്ലാം അടച്ചു പറയരുത്. ഇതിനിടയിലൊക്കെ ആയിരക്കണക്കിന് ആളുകളെ, അമ്മയ്ക്ക് സഹിക്കാൻ വയ്യാത്ത മക്കളെ, ഇവിടുത്തെ കോടതികൾക്ക് നന്നാക്കാൻ പറ്റാതെ ജയിലിൽ കിടന്നവരെ, അപ്പന് തലവേദനയായവരെ, മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നവരെ, മെഡിക്കൽ കോളേജ് തള്ളിയവരെ, ഡിവോഴ്സിന് വേണ്ടി പേപ്പർ തയ്യാറാക്കി
ഇനി എൻ്റെ പടി ചവിട്ടരുതെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടവര് പണിത് ഇന്ന് ഒന്നിച്ച് ജീവിപ്പിക്കുന്ന 100 സാക്ഷികളെ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിക്കാം. കാരണം എന്താ? മനുഷ്യനെ പണിയുന്നത് ദൈവമാണ്. ആ പരിപാടി തിരുസഭ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്ന അന്ന് വരെ ആരൊക്കെ എതിർത്താലും ഇവിടെ നടന്നുകൊണ്ടിരിക്കും. രാത്രി ഒരു പണി ആവശ്യമുള്ളവർ യോഗം കഴിയുമ്പോഴേക്കും പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചെന്ന് പറയുന്നത് നല്ല കാര്യം, അത്രയെങ്കിലും ചെയ്തല്ലോ. എന്നാൽ അതിനൊക്കെ വലിയ കാര്യം ഇരിക്കുന്നതിനിടയിൽ ദൈവത്തോട് ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾക്കൊരു കൊച്ചു മുറി വാടക വീടാണെങ്കിലും ഉണ്ടെങ്കിൽ ഈ തിരക്കൊക്കെ കഴിയുമ്പോൾ ഇത് മറക്കരുത്. എവിടെയെങ്കിലും കുറിച്ചിട്ടിട്ട് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കണം. പൊളിഞ്ഞു പോയൊരു ജീവിതത്തിൻ്റെ ഉടമയാണ് ഞാൻ. പഠിക്കാൻ പോയ കാലത്ത് ഞാൻ പൊളിഞ്ഞു. എന്നോട് അങ്ങനെ ദൈവം പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് മനസാക്ഷിക്കകത്ത് ഭയങ്കര കുറ്റബോധമുണ്ട്. എനിക്ക് പ്രായം ഇതാണ്. പക്ഷേ എൻ്റെ കുടുംബ ജീവിതത്തിന് മുമ്പ് എന്നെ തെറ്റിദ്ധരിക്കരുതേ. ഞാൻ ഒരു ആത്മപ്രേരണയില പറയുന്നത്. ഞാൻ പൊളിഞ്ഞു പോയ ഒരാളാണ്, ആർക്കും അറിയില്ല. സ്തോത്രൻ്റെ കുടുംബ ജീവിതം പൊളിഞ്ഞു പോയതാണ്. എവിടെയൊക്കെയോ അതിന് വേദപുസ്തകത്തിൻ്റെ ഭാഷ വീണുപോയി, പാപത്തിൽ അകപ്പെട്ട് നിൽക്കുക. പക്ഷെ നിങ്ങൾക്ക് വേദനിക്കാതെ ആ കാര്യം പറയാൻ വേണ്ടി ഒരു സഹോദര സ്നേഹത്തിൽ പറയുകയാണ്. ഞാൻ വീണുപോയി എന്നല്ല, ഞാൻ പൊളിഞ്ഞു പോയി. ഇനി മുമ്പോട്ട് പോകേണ്ടതിന് സ്വർഗം എന്നെ ഒന്ന് പണിയണം, എൻ്റെ കുഞ്ഞിനെ ഒന്ന് പണിയണമെന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമെങ്കിൽ ഈ 2025 ആദ്യ മാസം ഈ നാട്ടിൽ വന്ന് ഞാൻ ഒരുക്കി വെച്ച പ്രസംഗമൊന്നുമല്ല ഈ പറയുന്നത്. എൻ്റെ നാവിലേക്ക് സ്വർഗം അടർത്തി വിടുന്ന ആത്മീക ദൂത് പറയുക. എന്നെ കേൾക്കുന്ന ആരോടോ പറയുന്നു, നീ നിന്റെ പ്രാർത്ഥന വാക്കൊന്ന് മാറ്റി പ്രാർത്ഥിക്ക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ദൈവമേ, അങ്ങനെ പണിയണോ, അങ്ങനെ പണിയണോ. സ്വർഗത്തിലെ ദൈവം എൻ്റെ കുടുംബത്തെ ഒന്ന് പണിയണോ, എൻ്റെ ജീവിത പങ്കാളിയെ ഒന്ന് പണിയണം. പണിയാൻ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ പുറകിൽ മുമ്പിൽ ഇരിക്കുന്ന കർത്തൃദാസന്മാർ ബഹുമാന്യരാണ്. എന്നേക്കാൾ ഒരുപാട് കഷ്ടതയുടെ കനലിൽ കൂടെ ചവിട്ടി ഈ നാട്ടിൽ നിൽക്കുന്നവരാണ്. പക്ഷേ ഒരു ചെറിയ സഹോദരനെ പോലെ ഞാനൊരു വാക്ക് നിങ്ങളോട് പറഞ്ഞോട്ടെ. ദൈവത്തോട് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ആയുസ് തീരുന്നതിനേക്കാൾ മുമ്പ് ചിലരെ പണിത് കർത്താവിന് തന്നിട്ട് എനിക്ക് അക്കരെ നാട്ടിൽ പോകണം. കർത്തൃദാസിമാർ ഇതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വരമുണ്ടെങ്കിൽ, ഒരു പ്രവചന വരമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സുവിശേഷം പറയാനുള്ളൊരു ദാഹമുണ്ടെങ്കിൽ ചുമ്മാ ഒരു കടമയ്ക്ക് പോകരുത്. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണം, എൻ്റെ നാട്ടിൽ ഈ പാലക്കാട് ജില്ലയിൽ ചിലരെ പണിയാൻ ഞങ്ങളുടെ സെൻറ്ററിന് കൃപ തരണം. ഒരു വശത്തെ തീമതാക്കിയിരിക്കണം. ചിലരെ നമുക്ക് പണിതെടുക്കാം. ആർക്കും വേണ്ടാത്തവരെ, ലോകം പൊളിച്ചു കളഞ്ഞവരെ, സ്വന്തക്കാരും ബന്ധുക്കളും കൂടി പൊളിച്ചവരെ, ചതിക്കപ്പെട്ടവരെ, പഠിക്കാൻ പോയിടത്ത് വെച്ച് പൊളിഞ്ഞ തലമുറകളെ പണിയാൻ ചിലര് കൃപ ചോദിച്ചാൽ സ്വർഗം തരാമെന്ന് ഇന്ന് രാത്രി ഒരു പ്രവചനം പോലെ ദൈവം പറയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ 10ഓളം അതിഗംഭീരമായിരിക്കുന്ന വിഷയങ്ങളാൽ സമൃദ്ധമായിരിക്കുന്ന 2 വാക്യങ്ങൾ. സ്തോത്രം. അതിനകത്ത് നിന്ന് ഒരു ചെറിയ വാക്കാണ് ഞാൻ പറഞ്ഞല്ലോ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്. ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്. അതും പറയണമെങ്കിൽ ഒരല്പം കാര്യങ്ങൾ പറഞ്ഞു വേണം അവിടെ എത്താൻ. പത്രോസ് അപ്പോസ്തലൻ ഈ 1-ാം ലേഖനത്തിനകത്ത് യേശുക്രിസ്തുവിനെ 3 പ്രധാന പേരുകളിലാണ് അവതരിപ്പിക്കുന്നത്. 3 പ്രധാന പേരുകളിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന് വേദപുസ്തകത്തിനകത്ത് 430-ൽ പരം നാമങ്ങൾ ദൈവം താൻ വെളിപ്പെടുത്തിയതോ സ്നേഹം കൊണ്ടും ബന്ധം കൊണ്ടും ദൈവത്തെ മറ്റുള്ളവർ വിളിച്ചതോ ആയ 430-ഓളം ടൈറ്റിലുകൾ, നാമങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കൂടെ. അയ്യോ, ഞാൻ പറഞ്ഞത് 430 ദൈവം നമുക്കുണ്ടെന്നല്ല. ദൈവം നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങനെ ധരിച്ചോ. ഇപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ, തിരുത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഇത് മാത്രം കണ്ടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞത് നമുക്കൊരു ദൈവമുള്ളൂ, ഏക സത്യ ദൈവം. ആ ദൈവത്തിന് ബൈബിളിൽ ഒരുപാട് പേരുണ്ട്. അത്യുന്നതൻ, ഉന്നതൻ, സർവശക്തൻ, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, സൈന്യങ്ങളുടെ യഹോവ, യേശു, മശിക, ക്രിസ്തുവേശു, ആമീൻ, ഇടയൻ, വാതിൽ, മുന്തിരിവള്ളി, ഉദയ നക്ഷത്രം, ദാവീദിൻ്റെ വേര്. ചുമ്മാ നമ്മളെല്ലാം കൂടി വട്ടം കൂട്ടി ഒന്ന് പറക്കിയെടുത്താലും കിട്ടും 10-150 എണ്ണം.
സ്തോത്രം. 430 പേരുകൾ. ലേഖനങ്ങളിലെ ക്രിസ്തുവിൻ്റെ പേരുകൾ സ്തോത്രം പ്രത്യേക പഠന വിഷയമാണ്. സുവിശേഷങ്ങളിൽ യേശുവിനെ വിളിക്കുന്ന പേരുകളുണ്ട്. പഴയ നിയമത്തിൽ യേശുവിനെയും ദൈവത്തെയും വിളിക്കപ്പെട്ട പേരുകളുണ്ട്. യെശയ്യാവിലെ ക്രിസ്തു എന്നൊരു പഠന വിഷയം തന്നെയുണ്ട്. ലേഖനങ്ങളിലെ ക്രിസ്തു എന്നത് അതിപ്രധാനമായിരിക്കുന്നൊരു പഠന വിഷയമാണ്. വളരെ ഗഹനമാണ്, ആഴമുള്ളതാണ്. പത്രോസിൻ്റെ ലേഖനത്തിനകത്ത് 3 പേരുകളിലാണ് യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. അതിലൊന്നാമത്തതാണ് ജീവനുള്ള കല്ല്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പറഞ്ഞ സ്ഥിതിക്ക് സ്തോത്രം നിങ്ങളോട് മറ്റതോടെ പറഞ്ഞോളൂ. രണ്ടാമത്തെ പേര് പാസ്റ്റർ ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കണേ. 2-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിനകത്തുണ്ട് രണ്ടാമത്തെ പേര്. 2-3 പേര് അതിനകത്തുണ്ട്. എന്നാൽ മറ്റൊരു വാക്യത്തിനകത്ത് 3-ാമത്തെ പേര് എടുത്തു പറയുന്നുണ്ട്. നമുക്ക് 2-ാമത്തെ പേരൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി 25-ാം വാക്യം 1 പത്രോസ് 2:25 വായിക്കും, കേട്ടോളുക. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. അടുത്തത്, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും, അടുത്ത വാചകം കേട്ടോ, അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? സഭയ്ക്കകത്ത് വന്ന ആൾക്കാരോട് പറയുകയാണ്, മുമ്പ് നിങ്ങൾ തെറ്റി ഉടലുന്ന ആടുകളെ പോലായിരുന്നു. ഇപ്പോഴേതാണ്ടും പ്രസ്ഥാനത്തിൽ ചെന്ന് കയറിയെന്നല്ല, ഏതെങ്ങനെ സംഘടനയിൽ പോയി മെമ്പർഷിപ്പ് എടുത്തെന്നല്ല. ആൾക്കാരോട് പറയണം. നമ്മുടെ ആൾക്കാരൊക്കെ ചോദിക്കും, ഇപ്പം ഞങ്ങളെയൊക്കെ വിട്ട് വേറെ പുത്തൻകൂറ്റുകാരുടെ കൂടെ പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞെളിഞ്ഞ് എന്ന് പറയണം, ഞങ്ങൾ ആരുടെയും കൂടെ പോയതല്ല, ഞങ്ങളിപ്പോൾ അധ്യക്ഷൻ്റെ അടുക്ക വന്നു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വേണ്ട രീതി പറഞ്ഞാൽ ഒത്തിരി ഇങ്ങ് ചോദിക്കുകയല്ല, ഒന്നെങ്കിൽ അവർ നന്നാവും അല്ലെങ്കിൽ ചോദ്യം നിർത്തും. നമ്മൾ കിടന്ന് കുഴയുമ്പോഴാണ് പിന്നെയും ചോദ്യം കൊണ്ട് വരുന്നത്. സ്തോത്രം. അപ്പോൾ ഈ വാക്ക് കേട്ടോ, അധ്യക്ഷൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്ന അധ്യക്ഷൻ വളരെ സുപരിചിതമായിരിക്കും. മലയാളത്തിൽ ചില വാക്കുകളൊക്കെ മലയാളത്തിൽ, ബാക്കി ബൈബിളിന് ഏതൊക്കെ ഭാഷയുണ്ടെങ്കിലും ഗ്രീക്കോ ഹീബ്രോ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചില വാക്കുകൾ മലയാളത്തിൽ തന്നെ പറഞ്ഞെങ്കിലേ ശരിയാവുള്ളൂ. ഇതിന് വേറെ ഭാഷയൊക്കെ ഭയങ്കര ഭാഷ കിട്ടും. ഇംഗ്ലീഷിൽ നോക്കിയാൽ, തമിഴിൽ നോക്കിയാൽ, ഗ്രീക്ക് നോക്കിയാലൊക്കെ വലിയ ഗംഭീര ഭാഷ കിട്ടും. പക്ഷെ സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റിയ ഭാഷയാണ്, വിശദീകരിച്ചു കൊടുക്കാൻ പറ്റിയ ഭാഷയാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അധ്യക്ഷൻ യേശുക്രിസ്തുവിനെ വിളിക്കുന്ന പേരാ, സംശയിക്കണ്ട. ഇപ്പം നിങ്ങൾ വന്നിരിക്കുന്നു, അധ്യക്ഷൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. യേശുവിനെ വിളിക്കുന്ന പേരാണ് അധ്യക്ഷൻ. ഇതങ്ങനെ വിളിക്കുന്നേ നമുക്ക് വളരെ പരിചയമുള്ളതാണ് അധ്യക്ഷൻ. ഒരു അധ്യക്ഷൻ്റെ അടുക്കലേക്ക് വന്നെന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി ഈ യോഗത്തിന് അനുഗ്രഹിക്കപ്പെട്ടൊരു അധ്യക്ഷനുണ്ട്. പ്രഥമ രാത്രി തൻ്റെ പ്രായം കൊണ്ടും പക്വത കൊണ്ടും ഗാംഭീര്യത കൊണ്ടും കൃത്യനിഷ്ഠതയോടുകൂടെ ഈ യോഗത്തിൻ്റെ തുടക്ക സമയം മുതൽ ഈ സമയം വരെയും ഇനി ഇതിൻ്റെ അവസാന സമയം വരെ ഇന്ന് രാത്രി, ഇതൊരു ബൃഹത്തായ കമ്മിറ്റിയാണ് ഈ കാര്യങ്ങളുടെ പുറകിലുള്ളതെങ്കിലും ഇന്ന് രാത്രിയിലെ അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്നത് പ്രിയ ബഹുമാനപ്പെട്ട അച്ഛൻ കുഞ്ഞു പാസ്റ്ററെയാണ്. ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചടുതലയോടെ ചെയ്തു വരികയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇന്ന് രാത്രിയിലെ യോഗത്തിന് അധ്യക്ഷൻ ഇല്ലാതിരുന്നെങ്കിൽ, ഈ യോഗത്തിന് അധ്യക്ഷൻ ഇല്ലാതിരുന്നെങ്കിൽ ഈ യോഗം എന്തായേനെ? ചിന്തിക്കാമോ? കർത്തൃദാസന്മാർക്ക് ഇങ്ങനെ ചിന്തിക്കാമോ? സ്തോത്രം. വരുന്നവനൊക്കെ പ്രാർത്ഥിക്കുക, പാട്ടുകാർ പാടിക്കഴിഞ്ഞാൽ അങ്ങ് കഥയ്ക്കുന്നവരെ പാടുക, എപ്പോഴെങ്കിലും പ്രസംഗം കയറുക, അയക്കടയിരിക്കുന്ന സാധനം തീരുന്നവരെ പ്രസംഗിക്കുക. കാരണം അധ്യക്ഷനില്ലല്ലോ. സ്തോത്രം. അധ്യക്ഷനുള്ളത് കൊണ്ട് ഇതിനൊരു കൃത്യനിഷ്ഠതയുണ്ട്. ഇന്ന് ഈ വേദിയിൽ, ഈ പുൾപിറ്റിൽ സംഭവമൊക്കെ ശരിയാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ റിമോട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ഇവിടെ ഇന്ന് ആരൊക്കെ പ്രാർത്ഥിക്കണം, ആര് ഈ പുൾപിറ്റിലേക്ക് വരണം? സ്തോത്രം. പ്രാർത്ഥിക്കുന്നവർ എത്ര പേരായിരിക്കണം? ഏത് സമയത്ത് പ്രാർത്ഥിക്കണം? സ്തോത്രം. എപ്പോൾ പാടണം, എപ്പോൾ പാട്ട് നിർത്തണം, എപ്പോൾ പ്രസംഗികൻ ഇവിടെ കയറണം, എപ്പോൾ പ്രസംഗികൻ ഇരിക്കണം, എപ്പോൾ ഇത് ആശീർവാദം പറയണം, ഇതൊക്കെ നിശ്ചയിക്കുന്നതിൻ്റെ കൺട്രോൾ ഇരിക്കുന്നത് അധ്യക്ഷൻ്റെ കയ്യിലാണ്. അതിങ്ങനത്തെ യോഗത്തിലൊന്നും കുഴപ്പമില്ല. വലിയ നമ്മുടെ നാട്ടിൽ ഞങ്ങൾ അങ്ങ് വരണം. സ്തോത്രം. ശവസംസ്കാര ദിവസമൊക്കെയാണ് ഈ അധ്യക്ഷൻ്റെ ക്ഷേമം മനസ്സിലാക്കുന്നത്. തിരുവല്ല സൈഡിലൊക്കെ ശവസംസ്കാരത്തിന് മിനിമം 2 അധ്യക്ഷന്മാരാണ്. ഒരാൾ പാൻ്റെ പിടിച്ച് വലിക്കാനും ഒരാൾ സ്തോത്രം പേര് പറയാനും. കാരണം 2:30 അടക്കാമെന്ന് പറഞ്ഞാൽ ഉണങ്ങി 5:15 പോലും അടക്കാൻ കിട്ടുകയില്ല. 2 അധ്യക്ഷൻ ഉണ്ടായിട്ടൊക്കുന്നില്ല. അപ്പം അധ്യക്ഷൻ ഇല്ലാതെ വരുന്നവനെല്ലാം അങ്ങ് അനുശോചനം പറയാനിരിക്കുവാണെങ്കിൽ പിറ്റേ ദിവസം പോലും അടക്കം നടക്കുകയില്ല. അപ്പം അധ്യക്ഷനുണ്ടെങ്കിൽ ഗുണാനാന്നറിയാമോ? ഒരു അടുക്കും ചിട്ടയുണ്ടാവും, ഒരു ക്രമീകരണം ഉണ്ടാവും.
എല്ലാത്തിനും ഒരു മാന്യത ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാളത്തിലെ ചില കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ സുഖമെന്ന്. ഗ്രീക്കൊക്കെ എനിക്കറിയാം, പക്ഷേ അന്നും പറഞ്ഞാൽ സ്തോത്രം ഈ കൺവെൻഷനിലൊന്നും ഏക്കുകയില്ല, മനസ്സിലാകുകയില്ല. അപ്പം യേശുക്രിസ്തു ഒരു അധ്യക്ഷനാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിടികിട്ടിയോ? യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ നമ്മളൊരു അധ്യക്ഷൻ്റെ അടുക്കലേക്ക് വന്നു. അന്ന് മുതൽ അവൻ്റെ ജീവിതത്തിനൊരു അടുക്കും ചിട്ട ഉണ്ടാകുമോ ഇല്ലയോ? സ്തോത്രം. കുറേ പേർക്ക് ഉണ്ടായിട്ടില്ല. നിങ്ങൾ വഴിയിൽ വരെ എത്തിയിട്ടുള്ളൂ. ഇന്ന് രാത്രി അടുക്കുവാണെങ്കിൽ നിങ്ങൾക്കും അനുഭവിക്കാം. അതിന് അത്രേ മറുപടി ഉള്ളൂ. സ്തോത്രം. കാരണം യേശുവിൻ്റെ അടുക്കലേക്ക് വന്നാൽ പിന്നെ അവൻ്റെ ജീവിതത്തിനകത്തൊരു സിസ്റ്റമാറ്റിക് ആയിരിക്കുന്ന സ്തോത്രം ഒരു ആത്മീകനാണെങ്കിൽ, കർത്താവിനെ കൊണ്ട് ജീവിക്കാൻ വരുന്നവനാണെങ്കിൽ സ്തോത്രം പെടുകയുള്ളൂ. അവർക്ക് ഈ മാർഗം പറ്റിയതല്ല. പക്ഷെ യേശുവിൻ്റെ അടുക്കലേക്ക് നേരാഞ്ചുവ വന്നാൽ അവൻ നിൻ്റെ ജീവിതത്തിൻ്റെ അധ്യക്ഷനാകും. 2.5 മണിക്കൂർ നേരത്തെ യോഗത്തിൻ്റെ അധ്യക്ഷനല്ല, നിൻ്റെ ജീവിതത്തിൻ്റെ മരണം വരെ അല്ല, നിത്യത വരെ അതിൻ്റെ അധ്യക്ഷനാകും യേശു. നീ അതിന് എത്ര തെളിയാൻ, ഞാൻ തെളിവില്ലാത്തൊരു കാര്യം പറയുകയല്ല. എത്ര തെളിവുകളെന്ന് അറിയാം. ഒരു തെളിവ് പറയാം ഞാൻ. ശ്രോത്ര കേട്ടോളനെ. യായിറോസിൻ്റെ വീട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യായിറോസ് പള്ളിപ്രമാണിയായിരുന്നു. അദ്ദേഹം ഈ മാറി യേശുവായിട്ട് വലിയ ബന്ധമുള്ള ആളല്ല, ഒരു പള്ളിപ്രമാണിയായിരുന്നു. പള്ളിയുടെ താക്കോല് സൂക്ഷിക്കുക, പള്ളിയുടെ പുസ്തകങ്ങൾ സൂക്ഷിക്കുക, പള്ളിയുടെ കാര്യങ്ങൾ നോക്കുക, അത്യാവശ്യം ഉപദേശി വരാത്ത ദിവസം കൊച്ചു യോഗം നടത്തുക, ഇങ്ങനെയൊക്കെ പള്ളിപ്രമാണിയായിട്ടിരിക്കുന്നൊരു മനുഷ്യൻ. പള്ളിയുടെ മുഴുവൻ കാര്യങ്ങൾ നോക്കുന്ന യഹൂദ പാരമ്പര്യത്തിലെ ഒരു വലിയ സ്തോത്രം സമർത്ഥനായ മനുഷ്യൻ. ആ മനുഷ്യൻ്റെ 12 വയസ്സുള്ള കൊച്ചു മകൾ ദീനമായി കിടക്കുക. സ്തോത്രം. ചെയ്യാവുന്നതൊക്കെ, ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. പക്ഷേ സ്തോത്രം കുഞ്ഞ് രക്ഷപ്പെടുന്നില്ല. അവസാനം നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ ഊർദ്ധശ്വാസം വലിക്കുക. അവസാനത്തെ ശ്വാസം വലിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ എൻ്റെ ഭാവനയും ചിന്തയും എല്ലാം കൂടി ചേർത്ത് വെച്ച് വായിക്കും. സ്തോത്രം. എൻ്റെ ചിന്ത, യായിറോസ് യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അയാൾ ഒരു പള്ളിപ്രമാണിയാണെങ്കിൽ അവസാനം വരെ പിടിച്ചു നിർത്തി. അവസാനം ഈ കൊച്ചിൻ്റെ ജീവൻ തിരിച്ചു കിട്ടണമെന്ന് ഓർത്തപ്പോൾ അയാൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലൂടെ മരുന്നില്ലാതെ ഏറ്റവും മൂത്ത രോഗത്തെ പോലും സൗഖ്യമാക്കുന്ന ഒരുവൻ കുറേ നാളായിട്ട് നടക്കുന്നുണ്ടെന്ന് ഈ പള്ളിപ്രമാണി കേട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ പോവുകയില്ലല്ലോ. ഇന്ന് രാത്രി കേട്ടോ, യേശുവിനെക്കുറിച്ച് ഇന്ന് രാത്രി കാലം നിങ്ങൾക്ക് കേൾക്കാൻ ലഭിച്ച ഭാഗ്യം വലുതാണ്. ആയുസ്സിലൊരിക്കലെങ്കിലും യേശു ആരാന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുപോലത്തെ ഒരു മൂർധന്യാവസ്ഥ ജീവിതത്തിൽ വരികയാണെങ്കിൽ ഈ കർത്താവിനെ വിളിച്ചാൽ കർത്താവ് മതവും ജാതിയൊന്നും നോക്കിയല്ല. സ്തോത്രം. വിളിക്കുന്നവൻ്റെ കൂടെ ചെന്ന് പ്രവർത്തിക്കാൻ മനസ്സുള്ളവനാണ് കർത്താവായ യേശു. എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ യായിറോസ് ആ മരണ വീട്ടിൽ ഭാര്യയോട് പോലും പറഞ്ഞിട്ടുണ്ടാകില്ല യേശുവിൻ്റെ ഇടയ്ക്ക്. പറഞ്ഞാൽ പോകുകയും നടക്കുകയില്ല. കാരണം വേദപുസ്തകത്തിൽ പശ്ചാത്തലം പറയാം. സ്തോത്രം. കർത്തൃദാസന്മാർ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഈ ഇസഹാക്കിനെ കൊണ്ട് യാഗത്തിന് പോയപ്പോൾ സാറയോട് പറയാതെ പോയെന്ന്. സ്തോത്രം. ശരിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം പറഞ്ഞാൽ കൊച്ചിനെ കൊടുത്തു. ഇനി വേണ്ട, നീ അത് ഊഹം പറയണ്ട. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്ക് പറയാം. അതിങ്ങനെയാണ്. എന്നിൽ, ഗലാത്യലേഖനത്തിലെ വാക്യം, എന്നിൽ തൻ്റെ പുത്രനെ വെളിപ്പെടുത്താൻ പ്രസാദിച്ചപ്പോൾ ഞാൻ ജഡരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല. അമ്മാച്ചനും മാവി ഉപ്പാപ്പനും കൊച്ചപ്പനും വെല്ലിച്ചനൊക്കെ എനിക്കുമുണ്ട്. പക്ഷെ യേശു എന്നിൽ പ്രസാദിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരോട് ആലോചന ചോദിച്ചാൽ എന്നെ അവർ വിടിയേല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. നിങ്ങൾക്കാർക്കെങ്കിലും അമിതമായ ഒരു ആത്മീക ദാഹമുണ്ടാകുകയും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ സംഭവിക്കുകയും ചെയ്താൽ, സ്തോത്രം, കൂടപ്പുറപ്പിനോട് പോലും ആലോചന, ദൈവാത്മാവാണ് ഇടപെടുന്നതെങ്കിൽ ആലോചന ചോദിക്കാതിരിക്കുക നല്ലത്. കാരണം ആലോചന ചോദിച്ചാൽ പുറകോട്ട് പിടിക്കാനാ സാധ്യത. ഈ രാത്രി യോഗത്തിന് വന്നത് നന്നായി. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ വാക്ചാതുര്യം കൊണ്ടോ വാക്കുകൊണ്ടല്ല, പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറകിൽ നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ സ്വർഗം ദൈവത്തിൻ്റെ കൈ നിനക്ക് നേരെ നീട്ടിത്തരുന്നുണ്ട്. ഇന്ന് രാത്രി ആ കൈയിലേക്ക് കയറി പിടിക്കാൻ നിന്റെ മനസാക്ഷി നിന്നെ നിർബന്ധിക്കുന്നെങ്കിൽ അതിനെ ആരോടും ചോദിക്കരുത്. ചോദിക്കാതെ കയറി പിടിക്കാൻ നിങ്ങൾ തയ്യാറായാൽ അവിടെ മുതൽ അവൻ നിന്നെ നയിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ പൗലോസ് ഇറങ്ങി തിരിച്ചു. അതുകൊണ്ട് ഇന്ന് നമ്മൾ അറിയുന്നൊരു പൗലോസായി അദ്ദേഹം. സ്തോത്രം. യായിറോസ് ചെന്നു യേശുവിനെ കണ്ടെത്തി. യേശുവിനോട് ചെന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് മരിക്കാൻ കിടക്കുക. മുൻകാല പരിചയമില്ലാത്ത ആ ഗുരുനാഥനോട് പറഞ്ഞപ്പോൾ, ഞാൻ ബിസിയാണ്, ഈ മാസം ഡേറ്റ് ഇല്ല എന്നൊന്നും യേശു പറഞ്ഞില്ല. അങ്ങനെ പറയുന്നവനല്ല യേശു. സ്തോത്രം. അവൻ്റെ കൂടെ വരാൻ തയ്യാറായി. നിർഭാഗ്യവശാൽ ആ യേശുവിനെയും കൂട്ടിക്കൊണ്ട് വരുന്ന വഴിക്കാണ് നമ്മുടെ രക്തസ്രാവക്കാരി സ്ത്രീ
വണ്ടിക്ക് വട്ടം വെച്ചതുപോലെ യേശുവിൻ്റെ മുമ്പിൽ വന്ന് വെട്ടു. അവൾ വന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങലെ കയറി പിടിച്ചു. ശക്തി പുറപ്പെട്ടു. ഉന്തിനും തള്ളിനും ഇടയിൽ യേശു അവിടെ നിന്നു. വട്ടം തെരഞ്ഞ് ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? അവൾ ആദ്യം പറയാൻ തയ്യാറായില്ല. പിന്നെ പിടിക്കപ്പെടുമെന്ന് തോന്നിയപ്പോൾ, അഥവാ യേശുവിന് കാര്യം ബോധ്യമായെന്ന് മനസ്സിലായപ്പോൾ രംഗത്ത് വന്നു. അങ്ങനെ സ്തോത്രം, അവളോട് സംസാരിച്ചൊക്കെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-30 മിനിറ്റ് അവിടെ പോയിട്ടുണ്ടാകാം. ആ സമയം കൊണ്ട് പാപം യായിറോസിൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. സ്തോത്രം. ഒരു പക്ഷെ നിങ്ങൾ ഓർത്തു നോക്കി, യായിറോസ് ഒരു മലയാളി ആയിരുന്നെങ്കിൽ ആ രക്തസ്രാവക്കാരി സ്ത്രീയോട് വേണ്ടാത്ത പ്രശ്നം ഉണ്ടാക്കിയത്. കാരണം ഞാനാണ് ആദ്യം വന്നത്. ഈ പ്രാർത്ഥനയ്ക്കൊക്കെ നിൽക്കുമ്പോൾ അറിയാം, അവിടെ പോലും ഉന്തും തള്ളുക. സ്തോത്രം. പറഞ്ഞാൽ മരണം വരെ പറഞ്ഞാൽ, നീ ഒരുത്തി കാരണം എൻ്റെ കൊച്ചിയാത്തത് പറയില്ലേ? നമുക്ക് മലയാളിയുടെ മനസ്സറിയാലോ. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. നീ ആയിരിക്കും ആദ്യം യേശുവിനെ കണ്ടതും യേശുവിനെ കയറി പിടിച്ചതും യേശുവിനെയും കൊണ്ട് കൂടി വന്നതും. പക്ഷെ നിൻ്റെ പിന്നാലെ വന്ന ചിലർ വിടുവിക്കപ്പെട്ടു പോകുമ്പോൾ നിൻ്റെ വിടുതൽ ഇന്ന് രാത്രി വരെ നടന്നില്ലെങ്കിലും നീ കരയരുത്. നിൻ്റെ കൂടെ യേശു മാറിയിട്ടില്ല. യേശു ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടില്ല. ഇപ്പോഴും യേശു നിൻ്റെ കസ്റ്റഡിയിൽ. ആ വാക്ക് തെറ്റിദ്ധരിക്കരുതേ. യേശു നിൻ്റെ കൂടെയാ. നിൻ്റെ കൂടെ വന്ന വഴിക്ക് ഒരുത്തിക്കും കൂടി സൗഖ്യം കിട്ടിയെന്നുള്ളൂ. അതിൽ സന്തോഷിക്കുകയല്ല വേണ്ടത്. എൻ്റെ നാട്ടിലേക്ക് ഞാനാണ് യേശുവിനെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. നിങ്ങളായിരിക്കും പട്ടിണിയുള്ള കാലത്ത്, ഈ മാർഗത്തിന് നിന്നയുള്ള കാലത്ത്, സ്തോത്രം, യേശുവിനെ സ്വീകരിച്ചവരെ കൂകിപ്പാട്ട കൊട്ടുന്ന കാലത്ത് നിങ്ങളായിരിക്കും നിങ്ങളുടെ പഞ്ചായത്തിലേക്ക് യേശുവിനെ ഹൃദയത്തിൽ പേറിക്കൊണ്ടുവന്നത്. നിങ്ങളുടെ ചില കാര്യങ്ങൾ ഇന്ന് രാത്രി വരെ നടന്നിട്ടുണ്ടാകില്ല. നിങ്ങളുടെ പിന്നാലെ വന്ന പലരും ഒരു സ്പർശനത്തിൽ വിടുതൽ പ്രാപിച്ചു പോകുമ്പോൾ നിന്റെ മനസ്സാക്ഷി ചോദിച്ചേക്കാം, നീ ഒത്തിരി നാളായിട്ടും ഇതുവരെ നിന്റെ കാര്യമൊന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സൊന്ന് നിന്നിട്ട് ഇന്ന് രാത്രി ആരോടോ പറയുക. സ്തോത്രം. നിന്നേക്കാൾ ജൂനിയറായിരുന്ന പലരും ഇന്ന്, ഞാനൊരു വാക്ക് ഉപയോഗിച്ചോട്ടെ, മിന്നിത്തിളങ്ങുമ്പോൾ നീ ഒത്തിരി കഷ്ടപ്പെട്ടു. ചെരുപ്പ് പോലും ഇല്ലാതെ, വണ്ടിക്കൂലിക്ക് കാശില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഈറൻ ധരിച്ചുകൊണ്ട് ഒരുപാട് യോഗത്തിൽ പങ്കെടുത്തു. ഹല്ലേലൂയ. എന്നിട്ടും നിന്റെ കാര്യത്തിനകത്ത് കർത്താവ് പിന്നെയും താമസിച്ചു. ഈ സ്ത്രീ വന്നതോടുകൂടെ എൻ്റെ കാര്യം അവതാളത്തിലായി എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം ആരോടോ സ്തോത്രം നിങ്ങളുടെ നെഞ്ചത്ത് തൊട്ട് വിലാപ്പുറത്ത് തൊട്ട് പറയുന്നു, ഞാൻ നിന്നെ മറന്നിട്ടില്ല, ഞാൻ നിന്റെ കൂടെ തന്നെയാണ് ഇപ്പോഴും. ഹല്ലേലൂയ. ആ ദൂത് പറയുമ്പോൾ എൻ്റെ ഉള്ളം കരയുന്നു. ആരോടാണെന്ന് എനിക്കറിയില്ല. ഞാനൊരു സാധാരണക്കാരൻ്റെ പ്രഭാഷകനാണ്. അതുകൊണ്ട് എൻ്റെ ഉള്ളു കരഞ്ഞുകൊണ്ട് പറയുന്നു, നിന്നെ ദൈവം വിഷമിപ്പിക്കത്തില്ല. നിന്റെ കെയർ ഓഫിൽ ചിലർ കൂടി രക്ഷപ്പെട്ടെന്നുള്ളൂ. താങ്ക് യു ജീസസ്. നിന്റെ നാട്ടിലേക്ക് യേശുവിനെ വരുത്തിയത്, നിന്റെ വീടിൻ്റെ ഷെറ്റിയും കസേരയൊക്കെ മാറ്റിയിട്ട് കൊടുത്തൊരു പാ വിരിച്ച് നിന്റെ വീട്ടിലായിരിക്കും നിന്റെ നാട്ടിൽ ഒരു 20-25 കിലോമീറ്റർ ചുറ്റളവിനകത്ത് ആദ്യം പ്രാർത്ഥന നടന്നത്. ആ വീട്ടിൽ ഇന്നും ചില വിടുതലുകൾ നടക്കാനുണ്ടാകും. നിന്റെ വീട്ടിൽ യോഗത്തിന് വന്ന ഒരുപാട് പേര് വിടുവിക്കപ്പെട്ടു പോയി. അതിന് ചോദ്യചിഹ്നം പോലെ നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം അവർക്ക് വേണ്ടി, എൻ്റെ ഈ ദൂതിനിടയിൽ സ്വർഗസ്ഥനായ ദൈവം ഇന്ന് രാത്രികാലം ഹല്ലേലൂയ അവരെ ഇന്ന് രാത്രി ഇവിടെ വിളിച്ചിരുത്തി ഉറപ്പിക്കുന്നു, ഞാൻ നിന്നെ മറന്നിട്ടില്ല. നിന്റെ വീട്ടിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. നിന്റെ കാര്യം പരിഗണിക്കാതെ പോകില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു 10-30 സെക്കൻഡെങ്കിലും ദൈവത്തിന് നന്ദിയോടെ 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 സ്തോത്രം ചെയ്യുക. കർത്താവ് ഇന്ന് രാത്രി ഈ സെന്ററിൽ ഈ വന്നിരിക്കുന്ന ചിലരെ ഉറപ്പിക്കട്ടെ, ദൈവം അതിന് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. രക്തസ്രാവക്കാരി സ്ത്രീ സൗഖ്യം പ്രാപിച്ച് അവരോടൊക്കെ സംസാരിച്ച് അവിടെ സമാധാനത്തോടെ പൊക്കോളാൻ പറഞ്ഞു. അവൾ പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിരിക്കുന്നു. വന്ന കണ്ടപടി യായിറോസ് തുറിച്ചു നോക്കി വന്നിട്ട് പറഞ്ഞു, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ട, ബാല മരിച്ചുപോയി. കേട്ട മാത്രയിൽ 12 വയസ്സുള്ളൊരു മോള് മരിച്ചു എന്ന് വഴിയാത്രയിൽ കേൾക്കുന്ന അപ്പൻ്റെ മനസ്സ്
ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു അപ്പന് ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കേണ്ട, അതാ നല്ലത്. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. സ്തോത്രം. എങ്കിലും എൻ്റെ പ്രഭാഷണ ശൈലിയിൽ നിങ്ങളുടെ ചങ്ക് ഉണർത്താൻ വേണ്ടി പറയുന്നുള്ളൂ. പകച്ചു നിൽക്കുക. ആ സമയത്ത് യേശുവിന് മനസ്സിലായി, ഇനി ഒരു ഇഞ്ച് യായിറോസിന് മുന്നോട്ട് നടക്കാൻ പറ്റിയല്ല. എൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ തീർന്നു. ആ സമയത്ത് യേശു പറഞ്ഞു, യായിറോസേ, ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാൻ ആ വാക്കിനെ ഇന്ന് രാത്രി ഇങ്ങനെ വ്യാഖ്യാനിക്കാം. ഇവിടെ വരെ യായിറോസ് യേശുവിനെയും കൊണ്ട് വരുമായിരുന്നു. യേശുവിനെ വിളിച്ചുകൊണ്ട് യേശുവിനെയും കൊണ്ട് വരുമായിരുന്നു. ഇനി ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് വന്നവൻ പറഞ്ഞു, യേശുവിനെ വിട്ടേരെ, ഇയാളങ്ങ് പോരേന്ന്. പക്ഷേ അത് കേട്ടിട്ട് യേശു പോയില്ല. ഇവിടം മുതൽ ബാക്കി യാത്ര യായിറോസിനെയും കൊണ്ട് യേശു പോവുകയാണ്. ഇന്ന് രാത്രി 9-ാം തീയതി രാത്രി ഈ യോഗമാശീർവാദം പറഞ്ഞു കഴിയുമ്പോൾ ഇതുവരെയും നീ വന്നതുപോലെ ആയിരിക്കില്ല. ഇന്നിവിടെ നിന്ന് യേശു നിന്നെ കൊണ്ടുപോകാൻ തുടങ്ങും. ഇവിടെ നിന്ന് അങ്ങോട്ട് യേശു നിന്നെ നയിക്കാൻ തുടങ്ങും. ഇവിടെ നിന്ന് അങ്ങോട്ട് യേശു നിന്നെ നടത്താൻ തുടങ്ങും. അങ്ങനെ ഇന്ന് രാത്രി പകച്ചുപോയ, കിതച്ചുപോയ, ഒതുങ്ങിപ്പോയ, നഷ്ടബോധത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന, ഇനി ഒരു ചുവട് നടക്കാൻ വയ്യ, ഇനി ഒരു സ്തോത്രം പോലും പറയാൻ വയ്യ, ഇനി ആരുടെ അടുക്കലും പ്രാർത്ഥനയ്ക്ക് പോകില്ല, ഞാൻ സ്തോത്രം മതിയായി എന്ന് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവരെ കളഞ്ഞിട്ട് പോകില്ല. നിന്റെ കുഞ്ഞിന്റെ വിഷയം ദൈവത്തിന് അറിയാം. സ്തോത്രം, ഹല്ലേലൂയ. ആരുടെയെങ്കിലും മക്കൾക്ക് ഫീസ് കൊടുക്കാൻ പോലെ നിവൃത്തിയില്ലാതെ പുരക്കകത്ത് നിൽക്കുന്നെങ്കിൽ സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ഇവിടം മുതൽ ഞാനാണ് നിന്നെ നയിക്കാൻ പോകുന്നത്. നീ എന്നെയല്ല, ഞാൻ നിന്നെ നയിക്കാം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത് യേശു അധ്യക്ഷനായ ആളുടെ മാറ്റാണ്. അതോടെ പറഞ്ഞ് ഞാൻ നിർത്തും, മറ്റേതിലേക്കൊക്കെ പോകാൻ സമയം കിട്ടിയല്ല. ഞാൻ പറഞ്ഞല്ലോ, പറയുന്നിടത്തോളം കാര്യം ഭംഗിയായിട്ട് പറയാം. സ്തോത്രം, ഹല്ലേലൂയ. 5 പോയിന്റ് പറയണമെന്ന് ഒരു നിർബന്ധം എനിക്കില്ല. പറയുന്നിടത്തോളം കാര്യം ഞാൻ ഭംഗിയായിട്ട് പറഞ്ഞ് ലഭിച്ച സമയം തീർത്ത് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോകാം. കേട്ടോളണേ. യേശു അവനെയും കൊണ്ട് ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. 12 വയസ്സുള്ള കുഞ്ഞ് മരിച്ച വീട് പഴയ കാലമാണ്. സ്തോത്രം. ആള് കൂടും. ഇന്നത്തെ പോലൊന്നുമല്ല. ഇന്നൊരു വീട്ടിൽ ആളില്ലല്ലോ. ഒരു വീട്ടിലൊരു അമ്മ തന്നെയായിരിക്കും. ഞങ്ങളുടെ നാട്ടിൽ മിക്കവാറും എല്ലാ വീട്ടിലും അമ്മച്ചി തന്നെയായിരിക്കും. പിള്ളേരൊക്കെ പല രാജ്യത്ത് കൂടിയ ഒരു അപ്പനും അമ്മയും മക്കളൊക്കെ പറയാം. അപ്പോൾ ഒരു കല്യാണമോ ശവോടക്കൊക്കെ ഉണ്ടായാൽ നമ്മളിപ്പോൾ എല്ലാത്തിനും ആളുകളെ കൂലിക്ക് വിളിക്കണം. പണ്ടങ്ങനെയൊന്നും അല്ലല്ലോ. അന്നത്തെ കാലത്തൊരു നാട് മുഴുവൻ ഒരു പള്ളിപ്രമാണിയുടെ മോള് മരിച്ചെന്നറിഞ്ഞപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ആ രംഗം ഒന്ന് നിങ്ങൾ കാണണേ. യായിറോസ് വീട്ടിലേക്ക് പേടിച്ചു. കാരണം പറയാതെ അല്ലേ പോയിരിക്കുന്നത്. കുഞ്ഞു മരിച്ചപ്പോൾ തന്നെ ആ വീട്ടിൽ ആദ്യം ആരെ അന്വേഷിക്കാൻ സാധ്യതയുണ്ട്? ആണ്ട കിടക്കുന്നു. അത് പറയില്ല. കാരണം അപ്പനെ കാണാൻ അയാൾ ഇത്രയും നേരം എവിടെ ഉണ്ടായിരുന്നു? അമ്മയോട് ചോദിച്ചാൽ എനിക്കറിയില്ല. ആർക്കും അറിയില്ല. എന്തെന്നറിയില്ല. അയാൾ തിരിച്ചു ചെല്ലുക. തിരിച്ചു വന്നപ്പോൾ യേശുവിനെ കൊണ്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ആളുകൾക്ക് പിടികിട്ടി, പള്ളിപ്രമാണിയല്ലേ. ശരിക്കും ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ശവാടക്ക് വരെ മിണ്ടിയല്ല. ശവാടക്ക് കഴിയുമ്പോൾ അവിടുത്തെ ബന്ധുക്കൾ പറയാൻ സാധ്യതയുണ്ട്. എന്ത് പറയുമെന്നറിയാമോ? അവനെ തപ്പി ആരെ? യേശുവിനെ തപ്പി പോകാതിരുന്നായിരുന്നെങ്കിൽ കുഞ്ഞിൻ്റെ മരണമെങ്കിലും കാണാമായിരുന്നു. അവസാനം ഒരു തുള്ളി വെള്ളമെങ്കിലും ചുണ്ടെ തൊട്ട് കൊടുക്കായിരുന്നു. കണ്ണ് തിരുമി അടയ്ക്കായിരുന്നു. അതുപോലും ഇല്ലാതെ പോയില്ലേ ഹതഭാഗ്യൻ. യേശുവിൻ്റെ പുറകെ പോയതാ, കിട്ടിയില്ലേ? അങ്ങനെ ചോദ്യം കേട്ടിരിക്കുന്ന എത്രയോ പേരിന്ന് രാത്രി ഇവിടെ കാണും. ആദ്യമൊക്കെ അങ്ങനെ ദൈവമക്കളെ പലരും മുനവെച്ച വാക്ക് ചോദിക്കും. പക്ഷേ യേശു പോയിട്ടില്ല കേട്ടോ. കർത്താവ് ഇപ്പോഴും ഉണ്ട്. അതേ ഒരാശ്വാസമുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് അധ്യക്ഷനെയാണ്. യേശു ആ വീട്ടിലേക്ക് കയറി. സ്തോത്രം. ആ വീട്ടിലേക്ക് കയറിയിട്ട് ആ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്ന വെള്ള പുതപ്പിച്ച് മൂക്കിൽ പഞ്ഞി വെച്ച് കാലിൻ്റെ പെരുവിരകൾ കൂട്ടിക്കെട്ടി നിശ്ചലമായി കിടക്കുന്ന കുഞ്ഞിൻ്റെ ചുറ്റും തിക്കിത്തിരക്കി ആളുകൾ നിൽക്കുക. ശവസംസ്കാര വേളയിലൊക്കെ സാധാരണ ഞങ്ങൾ പറയാറുണ്ട്, ദയവായിട്ട് വീടിനകത്താണെങ്കിൽ കണ്ടവർ പുറത്തേക്ക് ഇറങ്ങുക, ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അടുത്തിരിക്കാൻ സ്ഥലം കൊടുക്കുക, നിങ്ങൾ കണ്ടവരങ്ങ് ഇറങ്ങുക എന്നൊക്കെ എത്രയോ പ്രാവശ്യം ഇരിക്കുന്ന കർത്തൃദാസന്മാർ പറഞ്ഞ ആളുകളെ നിർബന്ധിച്ചിറക്കി. അപ്പോൾ ആ 12 വയസ്സിലെ കുഞ്ഞ് മരിച്ചപ്പോൾ തിക്കും തിരക്കുക. യേശു അങ്ങ് കയറിയിട്ടേ. സ്തോത്രം. അധ്യക്ഷനാണേ, കേട്ടോളണം. സ്തോത്രം.
കയറിയിട്ട് യേശു അവിടെ നിന്നിട്ട് എല്ലാം ഒന്ന് കണ്ടിട്ട് പറയുകയാണ്. യേശു അവിടെ നിന്ന് തൻ്റെ അടിയെപ്പോലെ തല ഉയർത്തിയിട്ട് പറയുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഈ മൃതശരീരത്തിൻ്റെ സമീപം ഇരുന്ന് കരയും ഇതിനകത്ത് തിക്കും തിരക്കും ഉണ്ടാക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഈ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും എൻ്റെ കൂടെ വന്നിരിക്കുന്നതിൽ പ്രധാനികളായ 3 പേരും, അങ്ങനെ 5 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഈ മുറി വിട്ട് പുറത്തു പോകണം. നിങ്ങൾക്ക് ഊഹിക്കാമോ നടക്കുന്ന കാര്യമാണോ ഇത്? മരണ വീട്ടിലെയൊക്കെ കളി സ്തോത്രം ഞങ്ങളുടെയൊക്കെ കൂടെ വരണം, അന്നേരം കാണാം. സമ്മതിക്കുകയല്ല. മുണ്ടും മടക്കി കുത്തി ചോദിക്കും ശവാടക്കൊക്കെ. പിന്നെ ഇയാൾ ആരാന്ന് ചോദിക്കും. എൻ്റെ പെങ്ങടെ കൊച്ചാ മരിച്ചു കിടക്കുന്നേ, എന്നോട് പുറത്തിറങ്ങാൻ പറയുന്ന ആരാന്ന് ചോദിക്കും. ചോദിക്കില്ലേ? അയ്യോ പാലക്കാട് അങ്ങനെയൊന്നുമില്ല, ആരെങ്കിലും എടുത്തോണ്ട് പോക്കോട്ടെ എന്നാണ്. സ്തോത്രം. പക്ഷെ യേശു പറഞ്ഞു പുറത്തേക്കറണം. ഞാൻ എൻ്റെ കർത്താവിനെ പണ്ടൊക്കെ സ്തോത്രം എനിക്ക് ശുശ്രൂഷ തന്നു, ഇടാൻ ഉടുപ്പ് തന്നു, യാത്ര ചെയ്യാനൊരു കാറ് തന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി സ്തോത്രം ചെയ്യാറുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാട്ടെ, എൻ്റെ കർത്താവ് തന്നതല്ലാതെ ഒന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ തിരുവെടുത്തിൽ നിന്ന് ആഴമായി മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പോൾ എൻ്റെ കർത്താവിനെ ആരാധിക്കുമ്പോൾ സ്തോത്രം യേശു വീടോ സൗഖ്യമോ കാറൊക്കെ തരുന്നവൻ തന്നെയാണ്. പക്ഷെ ഇപ്പം ഞാൻ പലപ്പോഴും ഓർക്കാറുള്ളത്, എൻ്റെ യേശുവിനെ പോലത്തെ തൻ്റെ ഇടമുള്ളൊരു ദൈവം, എൻ്റെ യേശുവിനെ പോലെ കരുത്തുള്ള ദൈവം, പേഴ്സണാലിറ്റി ഉള്ള ദൈവം വേറെയില്ല. ഒരു കാര്യമേറ്റാൽ അവിടെ നാടിളകി വന്നാലും, നാട്ടുകാരിളകിയാലും, വീട്ടുകാരിളകിയാലും, ഒരുവന്റെ വിഷയമേറ്റാൽ അവനെ വഴി കളയാത്ത ഇതുപോലത്തെ ഒരു ദൈവത്തെ ലോകത്തിൽ കാണില്ല. അതാണ് യേശു. കൊണ്ട് യേശു പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങണം. ഞാൻ അവിടെ മുഴുവൻ ലൂക്കോസിലാണ് അത് കൂടുതലും ശ്രദ്ധിച്ചത്. അവിടെ മുഴുവൻ അക്ഷരങ്ങളുടെ ഇടയിൽ ഓരോ അക്ഷരങ്ങൾ വിടർത്തി വിടർത്തി നോക്കി. ആരെങ്കിലും ഒരാൾ അവിടെ തിരിഞ്ഞു നിന്ന് യേശുവിനോടൊരു വാക്ക് പറഞ്ഞോന്ന് നിങ്ങൾ പോയി വായിച്ചു നോക്ക്. ഒരൊറ്റ മനുഷ്യൻ മിണ്ടിയില്ല. പുറത്തിറങ്ങിയിട്ട് കൊഞ്ഞനം കുത്തി കാണിച്ചു, അതെന്നെങ്കിലും ആയിക്കോട്ടെ. പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു അവൻ ഭ്രാന്താണ് സ്വത്രം എന്നൊക്കെ പറഞ്ഞു, അത് പോട്ടെ. അകത്ത് നിന്നുകൊണ്ട് ഒരുത്തിനും ചിമുങ്ങിയല്ല. അതാ യേശു. ഞാൻ ഇങ്ങനെ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാം, കേട്ടോണേ. സ്തോത്രം. യേശു വഴിയെ പോയപ്പോൾ ആൾക്കൂട്ടം കണ്ട് കയറിയതല്ല ഈ വീട്ടിലേക്ക്, ആണോ? വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഷയുണ്ട്, യേശുവിനെ കൈക്കൊള്ളുക. പുതിയ നിയമത്തിനകത്ത് 8 പേര് യേശുവിനെ കൈക്കൊണ്ടിട്ടുണ്ട്. അത് പിന്നെ നിങ്ങൾ ഹോംവർക്ക് ചെയ്താൽ മതി. സ്തോത്രം. 8 പേര്. ആ കൈക്കൊണ്ടവരെ ആരെയും യേശു ലജ്ജിപ്പിച്ചിട്ടില്ല. യേശുവിനെ വിശ്വസിക്കുന്നത് വേറെ, കൈക്കൊള്ളുന്നത് വേറെ. യേശു ഇതിലെ പോയപ്പോൾ കയറിയതല്ല. യായിറോസ് യേശുവിനെ കൈക്കൊണ്ടതാണ്. അതുകൊണ്ട് ഒരുത്തൻ യേശുവിനെ കൈക്കൊണ്ടാൽ അവൻ്റെ വീടിൻ്റെ അധ്യക്ഷൻ അന്നു മുതൽ കർത്താവാണ്. ഇനി യേശു തീരുമാനിക്കും നിന്റെ വീട്ടിൽ ഇനി കരയണോ ചിരിക്കണോ, ഇതിനകത്തിരുന്ന് ഇനി നിലവിളിക്കണോ, അതോ ഇതിനകത്തിരുന്ന് ഇനി വിടുതലിനെ ഘോഷിക്കണോ. ഇവിടെ ഇനി ആര് നിൽക്കണം, ആരിറങ്ങണം, ഇവിടെ ആര് വരണം, ആര് വരരുത്, ഇതൊക്കെ നിശ്ചയിക്കുന്നത് യേശുവിനെ കൈക്കൊണ്ടാൽ പിന്നെ കർത്താവാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഈ സന്ദേശത്തിൻ്റെ ലാസ്റ്റ് വാക്ക്, പ്രസംഗം തീർന്നില്ല സ്തോത്രം, എങ്കിലും ഇന്ന് രാത്രികാലം ബൈബിൾ അടച്ചുകൊണ്ട് പറയാം. ഞാൻ കർത്തൃദാസൻ്റെ വാക്യമൊക്കെ എഴുതി കൊടുത്തില്ല, പറയാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ സ്തോത്രം അതൊന്നും പറയാതെ ഇവിടെ അവസാനിപ്പിക്കാൻ സമയം തീർന്നതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രി യേശുവിനെക്കുറിച്ച് 1000 പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലമാറുന്നത് ഉത്തരവാദിത്വത്തോടെ യേശുവിനെ നീ കൈക്കൊള്ളണം. വീട്ടിലേക്ക് വരണം. എനിക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു വിഷയമാണിത് കർത്താവേ. യേശു കൈയേറ്റാൽ പിന്നെ കർത്താവാ നിശ്ചയിക്കുന്നത്. ഇവിടെ മാത്രമൊന്നുമല്ല, പത്രോസിൻ്റെ പടക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സ്തോത്രം. ആ പടകിനകത്തേക്ക് കർത്താവ് ചെന്ന് അപേക്ഷിച്ചോണ്ടാകും, ഒന്ന് കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തിക്കോളാട്ടോ, കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. കയറി. ആ പടകിൽ കയറിയതോടുകൂടെ കർത്താവ് ആ പടകിൻ്റെ അധ്യക്ഷനായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായി പടക് കാലിയാണ്. ആരും പറയാതെ യേശു പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ. യേശു നിൻ്റെ വീട്ടിലല്ല, നിൻ്റെ ജീവിതത്തിൽ കയറിയാലും
അവൻ അധ്യക്ഷനാകും. അവൻ പറയും ഇനി എങ്ങനെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ ഈ നഷ്ടമില്ല. ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇന്നേക്ക് 10-38 വർഷങ്ങൾക്കും എൻ്റെ അപ്പൻ സ്തോത്രം ഒരു ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടി കിടന്ന മനുഷ്യനാണ്. എന്ത് ചെയ്താൽ എൻ്റെ ഓർമ്മയിൽ തന്നെ 10-15 കൂട്ടം തൊഴിലുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. രക്ഷപ്പെടില്ലായിരുന്നു. സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ സ്തോത്രം ഒരു പഴയ വീട്ടിനകത്തൊരു കാലാടുന്നൊരു ബെഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആരെങ്കിലും വരുമ്പോൾ ഇട്ട് കൊടുക്കാൻ. അന്ന് ഇതുപോലത്തെ പ്ലാസ്റ്റിക് കസേരയില്ല, പ്ലാസ്റ്റിക് വള്ളി കൊണ്ട് കെട്ടിയ കസേര കണ്ടിട്ടുണ്ടോ? വട്ടത്തിലെ സംഭവം, പാത്രം പോയിന് കെട്ടി അന്ന് ജനിക്കണമായിരുന്നു. സ്തോത്രം. ഇനിയിപ്പോൾ കാണാത്തതിൻ്റെ മ്യൂസിയത്തിൽ പോയാൽ പോലും കിട്ടിയില്ല ആ സാധനം. പ്ലാസ്റ്റിക് വള്ളി കെട്ടിയ കസേര ഇൻസ്റ്റാൾമെൻറ്റുകാർ കൊണ്ടുവരുമായിരുന്നു. സ്തോത്രം. ഞങ്ങൾ യേശുവിനെ കൈക്കൊള്ളുന്നതിനേക്കാൾ മുമ്പ് ഈ ഒരു കസേര മേടിച്ചിടാൻ വേണ്ടി എൻ്റെ അപ്പൻ ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. ഒരു പ്രാവശ്യം എൻ്റെ അമ്മ ഏതോ സമയത്ത് ആരെങ്കിലും വന്നാൽ ഇരിക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് 2 കസേര മേടിച്ചിട്ടു. ആഴ്ചയിൽ 2 രൂപയാണ് ഇൻസ്റ്റാൾമെൻറ്റ്. 3 ആഴ്ച കൊടുക്കാത്തതിൻ്റെ പേരിൽ 3-ാമത്തെ ആഴ്ച അവരത് എടുത്തുകൊണ്ട് പോയി. എൻ്റെ അമ്മയുടെ അനിയത്തി ഏറ്റവും മുമ്പിലിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം സാക്ഷിയാട്ടോ. പാലക്കാട് അവർ ജീവിക്കുന്നത്. സ്തോത്രം. എൻ്റെ കൂടെ ഇന്ന് യോഗത്തിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒട്ടും കള്ളം പറയുകയല്ല. പക്ഷേ യേശു ക്രിസ്തു ഞങ്ങളുടെ വീടിൻ്റെ അധ്യക്ഷനായി വന്നതോടുകൂടെ സത്യം പറയുന്നു, സായിപ്പ് ഞങ്ങൾക്ക് കാശ് തന്നിട്ടില്ല, ആരും 10 രൂപ തന്നിട്ടില്ല. ഞങ്ങളന്ന് കുഞ്ഞുങ്ങളാണ്. എൻ്റെ അപ്പൻ വിദേശത്ത് പോയില്ല, വേറൊരു തൊഴിൽ ചെയ്തില്ല, ആ പഴയ പണി തന്നെ. പക്ഷേ യേശു അധ്യക്ഷനായപ്പോൾ ഞങ്ങളുടെ വീട് മാറി. ചാക്ക് വിരിച്ച് കിടന്ന ഞങ്ങളെ പായേ ദൈവം കടത്തി. പഴയ വീട് മാറ്റി പുതിയ വീട് തന്നു. സ്തോത്രം. ഞങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങി. ഞാൻ ഇന്ന് രാത്രി പറഞ്ഞു നിർത്താം, കർത്താവിനെ നിൻ്റെ ജീവിതത്തിൻ്റെ അധ്യക്ഷനാക്കിയാൽ. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയാം, ദൈവദാസന്മാരെ, ഈ വാക്ക് പൗലോസിനെ കൊണ്ട് കർത്താവ് പറയിപ്പിച്ചില്ല, ഈ വാക്ക് ലൂക്കോസിനെ കൊണ്ട് പറയിപ്പിച്ചില്ല. എന്ത്? യേശു ഇവരാരും എഴുതിയില്ല. പക്ഷെ പത്രോസാണിത് പറയേണ്ടത്. കാരണം എന്താ? മീൻ്റെ ഉളുമ്പും നാറി ഒന്നും പിടിക്കാതെ കടലോരത്തുകൂടെ ഒട്ടിയ വയറുമായി അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു കടൽമുക്കുവൻ്റെ ജീവിതം മാറ്റിയത് യേശുവാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തൃപ്തിയാകില്ല. പിന്നെ എന്ത് പറയണം? എൻ്റെ പടകിലും എൻ്റെ ജീവിതത്തിലും അവൻ അധ്യക്ഷനായതോടുകൂടെ എൻ്റെ ജീവിതം മാറി. എൻ്റെ വീട്ടിലവൻ വന്നപ്പോൾ ഞാൻ പറയാതെ എൻ്റെ അമ്മയുടെ പനി മാറ്റി, ഞാൻ പറയാതെ എൻ്റെ പടക് നിറച്ചു. ഞാൻ പലപ്പോഴും തെറ്റിപ്പോയിട്ടു എൻ്റെ അധ്യക്ഷൻ എന്നെ തേടി വന്നു, എന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി, എന്നെ നിങ്ങൾ അറിയുന്നവനാക്കി. പത്രോസിന് സാക്ഷിയാട്ടോ. എന്നെ നിങ്ങൾ അറിയുന്നവനാക്കി മാറ്റിയത് ഞാൻ യേശുവിനെ എൻ്റെ ജീവിതത്തിന്റെ അധ്യക്ഷനാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പൊക്കോളാം. ഇന്ന് രാത്രി ഒത്തിരി യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരുപാട് യേശുവിൻ്റെ ആൾക്കാരുമായിട്ട് ഫോണിലൂടെ ആണെങ്കിലും ചിലപ്പോൾ ഈ ടി വിയിലൂടെ ആണെങ്കിലും നിങ്ങൾക്ക് ബന്ധമുണ്ട്. ഇതിങ്ങനെ കുറേ നാളത്തേക്ക് പോയത് കൊണ്ട് നിൻ്റെ വിഷയത്തിന് മാറ്റം വരില്ല. ഇന്ന് രാത്രി ഈ ജനുവരിയിൽ തന്നെ ഒരു വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നെങ്കിൽ ഈ രാത്രി എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്? ഒരുപക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ ആരുമാകട്ടെ, ആ വാക്ക് നിങ്ങളെ സംബന്ധിച്ചൊരു പരിചിത വാക്കല്ലായിരിക്കാം. ഏത്? യേശു രക്ഷകനാണ്, സൗഖ്യദായകനാണ്, വീണ്ടെടുപ്പുകാരനാണ്, വിടിവിക്കുന്നവനാണ്, മടങ്ങി വരുന്നവനാണ്, രാജാവാണ്, മശികയാണൊക്കെ അറിയാം. പക്ഷേ യേശു അധ്യക്ഷനാണെന്ന് സത്യം പറ. സ്തോത്രം. അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു വാക്കാണ്. ഇന്ന് രാത്രിയാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ കൊതിക്കുന്നു, എൻ്റെ കുഞ്ഞിൻ്റെ അധ്യക്ഷനായി അങ്ങ് വരണം. എൻ്റെ മോളെ വിവാഹം കഴിച്ചയച്ച വീട്ടിൽ അങ്ങ് പടകിൽ കയറി ഇതുപോലെ കയറണം. അതിനാണ് ഞാൻ ഈ രാത്രി യോഗത്തിന് വന്നത്. എൻ്റെ ശുശ്രൂഷയുടെ അധ്യക്ഷനാകണം എന്ന് നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ അധ്യക്ഷൻ്റെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കാം. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാമോ? നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? ഈ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത്, എഴുന്നേറ്റ് നിൽക്കാൻ പ്ലാനെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അലക്ഷ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകരുത്. ഏറ്റവും ഗൗരവമുള്ള സമയമാണ് വചനം കേട്ടിട്ട് പ്രാർത്ഥിക്കുന്ന സമയം. ഈ സമയത്ത് നിങ്ങൾ സ്തോത്രം എത്ര തിടുക്കക്കാരാണെങ്കിലും ഒരലക്ഷ്യ മനസ്സോടെ പോകുമ്പോൾ ദൈവം അത് കാണും. നിങ്ങളൊരു വാക്കൗട്ട് നടത്തുന്നത് പോലെയാണത്. ഇറങ്ങിപ്പോകരുത്. ഇനി എല്ലാ കണ്ണും ദൈവസന്നിധിയിൽ അടക്കി. ഞാൻ ഈ പുൾപിറ്റിൽ നിൽക്കുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ കണ്ണ് നിറഞ്ഞ് കരയാൻ വേണ്ടി വന്നവനൊന്നുമല്ല. പക്ഷെ എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ ഈ പ്രസംഗിക്കുന്നതിനിടയിൽ ഞാൻ 100 വട്ടം എൻ്റെ മനസ്സിലൂടെ മിന്നിത്തിളങ്ങി. ഇന്ന് ഞാനിവിടെ വന്നത് യേശുവിനെ അറിയാവുന്നത് കൊണ്ടല്ല, യേശുവിനെക്കുറിച്ച് 3-4 കൊല്ലം പഠിച്ചത് കൊണ്ടല്ല.
എൻ്റെ ജീവിതത്തിൽ യേശു എൻ്റെ അധ്യക്ഷനായതുകൊണ്ട്. ഞാൻ ചോദിക്കുന്ന എൻ്റെ പൊന്നുമക്കളോട്, പ്രായം കുറഞ്ഞ കൊച്ചു കുഞ്ഞുങ്ങൾ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, കർത്തൃദാസന്മാരുടെ മക്കൾ, നിങ്ങളൊക്കെ എന്നെ തിരിച്ചറിവ് കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ദൈവത്തോട് പറ, ഈ നല്ല പ്രായത്തിൽ ഞാൻ എന്നെ തന്നെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കാം. എൻ്റെ അധ്യക്ഷനായി ഈ രാത്രി, ഞങ്ങളുടെ ഈ വർഷത്തെ കൺവെൻഷൻ്റെ ആദ്യത്തെ രാത്രി, എൻ്റെ ജീവിതത്തിൻ്റെ അധ്യക്ഷനായി ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണെന്ന് പറയാൻ. ഇതിൻ്റെ ഇടയിൽ യൗവനക്കാരോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ണു നിറഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിക്കും. അമ്മമാർ, പിതാക്കന്മാർ, കർത്തൃദാസന്മാർ, എന്തൊക്കെ ചെയ്താലും രക്ഷപ്പെടാത്തവർ, ഈ രാത്രി ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചേ. ഒരൊറ്റ വാക്ക്, ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളും. ദൈവമക്കൾ, ഈ പ്രസംഗം മുഴുവനൊന്നും ഓർത്തിരിക്കാൻ പറ്റിയല്ല. നിങ്ങൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ വീട്ടിൽ എന്നെ നിർത്തുന്ന ലക്ഷണമില്ല. ഞാൻ പ്രവർത്തിക്കാൻ ദൈവം എന്നെ ആക്കിയിടത്ത് എന്നെ കാലുറപ്പിക്കില്ല. അങ്ങ് യായിറോസിൻ്റെ വീട്ടിൽ വന്നതുപോലെ എൻ്റെ കൂടെ വരണം. എന്നെ ഇവിടെ തല ഉയർത്തണം. ചോദ്യങ്ങളും ചോദ്യശരങ്ങളുമായി ആളുകൾ വളയുന്നതിനേക്കാൾ മുമ്പ് അങ്ങൻ്റെ അധ്യക്ഷനായതിൻ്റെ ഗുണം തെളിയണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഷ കൂടി ഒന്ന് ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരങ്ങൾ മലർത്തിയോ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചോ, കരങ്ങൾ ഉയർത്തിയോ, തല വണക്കിയോ, ഇനി നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങോട്ട് മാറി മുട്ടയിൽ നിന്നുകൊണ്ട് കർത്താവിനോട് കരയാൻ, ഇതൊരു അസുലഭ നിമിഷമാണ്. ഏത് വിധത്തിലും ഈ സന്ദർഭത്തെ പാഴാക്കരുത്. ഇന്ന് രാത്രി ചിലരുടെ കയ്യേൽ ദൈവം കയറി പിടിക്കുക. ഇതിൻ്റെ പുറകിൽ കാണാത്ത കണ്ണുകൊണ്ട് കാണാമറയത്ത് എന്തോ ദൈവം ചെയ്യുന്നുണ്ട്. ആരുടെയോ ജീവിതത്തിൻ്റെ രേഖകൾ ദൈവം തിരുത്തുന്നുണ്ട്. ദൂരത്തെവിടെയോ നിൻ്റെ സങ്കടം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ദൂതനെ അയക്കുന്നുണ്ട്. നിൻ്റെ വിഷയത്തിന് പരിഹാരം ഇന്ന് രാത്രി തുടങ്ങുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരു രാത്രി കൂടി എൻ്റെ അരിമനാഥനെ പ്രസംഗിക്കാൻ എന്നെ അനുവദിച്ചല്ലോ. ശ്രേഷ്ഠ ദൈവദാസന്മാരുടെ ഒത്താശയും പിന്തുണയൊക്കെ എനിക്കിവിടെ കിട്ടി കർത്താവേ. ദൈവമക്കളുടെ പ്രോത്സാഹനം ലഭിച്ചു. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തീർക്കാൻ പോലും പറ്റിയില്ല. ഇത്ര അന്തരീക്ഷമുള്ളൊരു യോഗം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചന വെളിപ്പാടുകൾ തന്നതിനായി നന്ദി പറയുന്നു. കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ ഈ ദൈവമക്കളെയും കർത്തൃദാസന്മാരെയും കരമുയർത്തി അനുഗ്രഹിച്ചിട്ട് പോകുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കണേ. ആരെങ്കിലും ഇന്ന് രാത്രി അങ്ങേ അധ്യക്ഷനായി ഏറ്റെടുത്താൽ അതിൻ്റെ ഗുണം അവരറിയട്ടെ. അവരുടെ ചാർച്ചക്കാരുടെ നടുവിൽ, ബന്ധുക്കളുടെ നടുവിൽ മേശ ഒരുക്കി 23-ാം സങ്കീർത്തനത്തിന് ഇടയനെ പോലെ ഏത് സാഹചര്യത്തിന് അപ്പൻ്റെ വീട്ടിലെത്തുവോളോ പിരിയാത്തൊരു ബന്ധം ഈ ജനത്തിന് കൊടുത്ത് അനുഗ്രഹിക്കണമേ അപ്പാ. ഈ സെന്ററിനെ അനുഗ്രഹിക്കണം. അമ്മമാരെ, പിതാക്കന്മാരെ, കർത്തൃദാസന്മാരെ അനുഗ്രഹിക്കണം. ശുശ്രൂഷകരെ അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. കരമടിച്ചു ദൈവത്തിന് നന്ദിയോടെ എല്ലാവരും കൂടി സ്തോത്രം ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ കർത്തൃദാസൻ നിയന്ത്രിക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ദൈവത്തെ അധ്യക്ഷനായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അധ്യക്ഷനായി കർത്താവിനെ സ്വീകരിച്ച ദിനമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ ശക്തമായി ആധികാരികമായി കർത്താവിൻ്റെ വചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ് നാമത്തിൽ പ്രത്യേകമായി നന്ദി പറയുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഒലവക്കോട് സെൻറ്ററിൻ്റെ കൺവെൻഷനായിട്ട് ദൈവമേ സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ ആരംഭ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ നൽകി തന്ന നല്ല സാവകാശം ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. ഈ സെൻറ്ററിന് എനിക്ക് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ വിലപ്പെട്ട ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. MK ജോയ് പാസ്മോൾ കൂടെ പ്രവർത്തിക്കുന്ന അഭിഷിക്തന്മാരായ ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്കായി സ്തോത്രം, നന്ദി പറയുന്ന കർത്താവെ. ഇന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ കർത്താവെ സ്തോത്രം, ഞങ്ങളുടെ ദാസനെ കുടുംബത്തിലേക്ക് അയച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ വചനം കേൾപ്പിച്ചതിനാ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവെ. ജീവനുള്ള കല്ലായ കർത്താവിനെക്കുറിച്ചും ആ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ദൈവമേ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചെല്ലാം ഞങ്ങൾക്ക് ഒന്നുകൂടെ കേൾക്കുവാൻ, ഞങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ തട്ടി ഉണർത്തുവാൻ ദൈവം ഇടയാക്കി തീർത്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നാൾ ശക്തമായി ദാസനെ ഉപയോഗിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നല്ല ഗാനങ്ങൾ പാടിയ ദൈവമേ ഗായക സംഘത്തിനായി സ്തോത്രം. ദൈവമേ ഇന്ന് സംബന്ധിച്ച അഭിഷിക്തന്മാരായ ദൈവദാസന്മാരെ എല്ലാവരെയും പേര് പേരെ അനുഗ്രഹിക്കുക പ്രാർത്ഥിക്കുന്നു. അധ്യക്ഷ ദൈവദാസനായി സ്തോത്രം. തുറന്ന കർത്താവേ, ഈ നടക്കാൻ പോകുന്ന കൺവെൻഷനോട് പ്രാർത്ഥിക്കും. വരുന്ന ദിവസങ്ങൾ നടക്കുന്ന
ഓരോ ദിവസം നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളും ഏറ്റവും തരണം പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. ഈ കൺവെൻഷൻ മുഖാന്തരമായിട്ട് ഇന്ന് കേട്ടതുപോലെ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നല്ല അധ്യക്ഷനാകുന്ന കർത്താവിനെ യഥാർത്ഥമായി ഗ്രഹിച്ച് അനുഭവിച്ചുമ്പോഴുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൺവെൻഷൻ കഴിയുമ്പോൾ അനേക വ്യക്തി ജീവിതങ്ങൾ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ, കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ, ദൈവനം പറയാൻ ജീവിപ്പാൻ ഇടയൊക്കെ പ്രാർത്ഥിക്കുന്നു. ഈ സെൻറ്ററിലുള്ള എല്ലാ പ്രവർത്തനം മാനിച്ചേട്ട കർത്താവേ, ഇപ്പോൾ താൽക്കാലികം പിരിയട്ടെ. പിരിയാ സാന്നിധ്യം കൂടിയിരിക്കണമേ. മഹത്വം അങ്ങെടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. രക്ഷിതാവും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കൃപാ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുദിനവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധ ആത്മാവിൻ്റെ കാവൽ പരിപാലനം സൂക്ഷിപ്പ് നമ്മോടും ഓർത്തുവെച്ച എല്ലാ കാര്യങ്ങളും പോലും പാടില്ല വിശുദ്ധന്മാരോടും വിശേഷിച്ച് നടക്കാൻ പോകുന്ന കൺവെൻഷനോട് കൂടെ ഇന്നും എന്നാളും കർത്താവിൻ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ.